மீண்டுமாய் ஆம், வருஷத்தினுடைய கடைசியில் உங்களோடு கூட இருக்கிறதில் സന്തോഷപ്പെടുகிறேன். ഈ വീണ്ടും ഈ വർഷ അവസാനത്തിൽ നിങ്ങളോടൊപ്പം ആയിരിക്കുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. நம்முடைய இந்த 2 செஷன்லையும் நம்முடைய கண்கள்லையும் நம்முடைய நாவிலும் தொடர்ச்சியான there should be continual fire in our eyes and tongue. നമ്മുടെ കണ്ണുകളിലും നമ്മുടെ നാവിലും തുടർച്ചയായി ദൈവത്തിന്റെ അഗ്നി ഉണ്ടാകണം എന്ന ആ കാര്യത്തെക്കുറിച്ച് ഈ അടുത്ത 2 സെഷനിൽ നിങ്ങളോട് ഒപ്പം സംസാരിക്കുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു. ഫസ്റ്റ് സെഷനിൽ there should be always we should have a continual fire in our tongue. നമ്മുടെ നാവിൽ തുടർമാനമായി ദൈവത്തിന്റെ അഗ്നി ഉണ്ടാകണം എന്ന കാര്യത്തെക്കുറിച്ച് ഈ ആദ്യത്തെ സെഷനിൽ നമുക്ക് സംസാരിക്കാം. ജീസസ് മാത്യു 5 கூட அதிகമായി அவர் എംഫസിസ് பண்ணது. മത്തായി 5-ാം അധ്യായത്തിലും ഈ കാര്യത്തെക്കുറിച്ച് യേശു ക്രിസ്തു വളരെ ഊന്നൽ നൽകുന്നു. இந்த நாவிலிருந்து புறப்படுகிறதான கோபமான வார்த்தையை குறித்தும் கண்களில் உள்ள விபச்சாரத்தை குறித்தும் ஆண்டவர் அதிகമായി வலியுறுத்தினார். നാവിൽ നിന്നുള്ള കോപമുള്ള വാക്കുകളെ കുറിച്ച്, കണ്ണുകളിലൂടെയുള്ള മോഹവും വ്യഭിചാരത്തെയും കുറിച്ചും ഒക്കെ യേശു ക്രിസ്തു വളരെ ശക്തിയോടെ അവിടെ സംസാരിക്കുന്നുണ്ട്. கோபமும் விபச்சார மயக்க நிறைந்த அந்த இச்சையும் நரகத்திற்கு கொண்டு செல்லும் என்று ஆண்டவர் சொன்னார். കോപവും വ്യഭിചാര ചിന്ത ഉള്ള മോഹവും അത് നമ്മെ നരകത്തിലേക്ക് എത്തിക്കും എന്ന് നാം അവിടെ വായിക്കുന്നു. ഓക്കെ, നാം ലെവിറ്റിക്കസ് ചാപ്റ്റർ 6 ലേവ്യ പുസ്തകം 6-ാം അധ്യായം വേഴ്സ് 12 and 3 വാസിக்கிறோம். 6-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം. പ്ലീസ് റീഡ്. യാഗപീഠത്തിൽ തീ കെട്ടുപോകാതെ കത്തിക്കൊണ്ടിരിക്കണം. പുരോഹിതൻ ഉഷസ് തോറും അതിന്മേൽ വിറക് കത്തിച്ച് ഹോമയാഗം അടുക്കി വെച്ച് അതിന്മീതെ സമാധാന യാഗങ്ങളുടെ മേധസ് ദഹിപ്പിക്കണം. യാഗപീഠത്തിന്മേൽ തീ കെട്ടുപോകാതെ എപ്പോഴും കത്തിക്കൊണ്ടിരിക്കണം. നാം ഇങ്ങേ ഓൾഡ് ടെസ്റ്റ്മെന്റിൽ ഉള്ളത് എല്ലാമേ ഒരു ഷാഡോ தான். പഴയ നിയമത്തിൽ ഉടമ്പടിയിലുള്ളതെല്ലാം ഒരു നിഴലാണ്. அங்க நாம் பலிபீடத்தில் அக்கினி தொடர்ந்து எரிந்து கொண்டே இருக்க வேண்டும் என்று வாசிக்கிறோம். അവിടെ യാഗപീഠത്തിന്മേൽ തീ തുടർമാനമായിട്ട് കത്തിക്കൊണ്ടിരിക്കണം എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. அது வேர்ஸ் 12 வாசிக்கிறோம். அதுக்கு அந்த பிரிஸ்ட் என்ன செய்யணும் அப்படின்னா டெய்லி எரிக ஃபயர்வுட்டையும் அந்த சாக்ரிஃபைஸ் டெய்லி வைக்கணும் அப்படின்னு വാസിக்கிறோம். 12-ാം വാക്യത്തിൽ അവിടെ പുരോഹിതൻ ഉഷസ് തോറും ഓരോ ദിവസവും രാവിലെ അതിന്മേൽ വിറക് കത്തിച്ച് ഹോമയാഗം അടുക്കി വെക്കണം എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. അപ്പ സാക്രിഫൈസ് ഇല്ല அப்படின்னா ഫയർ ഇല്ല. അവിടെ യാഗം ഇല്ല എന്നുണ്ടെങ്കിൽ അവിടെ തീ ഇല്ല. Where there is no sacrifice, there will be no fire. എവിടെയെല്ലാം യാഗം ഇല്ലയോ അവിടെ തീ ഉണ്ടാവുകയില്ല. അത് ഓൾഡ് ടെസ്റ്റ്മെന്റിലെ ഡെയിലിന്ന് വാസിക്കണം. ഡെയിലി കാലിതോറും அப்படின்னு വാസിക്കണം. പഴയ നിയമ കാലഘട്ടത്തിൽ തന്നെ, പഴയ നിയമത്തിൽ തന്നെ അത് ഓരോ ദിവസവും രാവിലെ തോറും എന്നാണ് നാം അവിടെ വായിക്കുന്നത്. അപ്പൊ വാട്ട് അബൌട്ട് ടുഡേ? എന്നാൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ്? இன்னைக்கு மணி 2:30. ഇപ്പൊ ഇന്ന് 2:30 മണിയായി. இப்ப இந்த மார்னிங்ல இருந்து நாம் எழுந்ததுல இருந்து 2:30 வரைக்கும் நம்மளுடைய பாடி என்ன செஞ்சிருக்கணும் அப்படின்னு ஆர்டர்ல வச்சிருக்கணும். നാം രാവിലെ എഴുന്നേറ്റത് മുതൽ ഈ 2:30 വരെ നമ്മുടെ ശരീരത്തെ നാം യാഗപീഠത്തിൽ ആണ് വെക്കേണ്ടിയിരുന്നത്. அங்க ஓல்ட் கோவனன்ட்ல ஃபயர்வுட்டும் ஆக்சன்ஸ் நாம் ஆல்டர்ல வைக்க வேண்டியது. പഴയ നിയമ കാലഘട്ടത്തിൽ അവിടെ യാഗപീഠത്തിൽ വിറക് വെച്ച് വിറകിന്റെ മുകളിൽ അവിടെ ഒരു കാളയാണ് യാഗമായിട്ട് അർപ്പിച്ചിരുന്നത്. അത് കൊളുത്തി അത് ഫയർ അതിൽ എറിഞ്ഞിട്ടേ ഇരിക്കണം. അതില് അത് തീ കത്തിച്ച് അവിടെ തീ കത്തിക്കൊണ്ടേയിരിക്കണം. ഓക്കെ, ബട്ട് ന്യൂ കോവനന്റ്ല എന്നാൽ ഈ പുതിയ ഉടമ്പടി കാലഘട്ടത്തിൽ റോമൻസ് 12 റോമാലേഖനം 12-ാം അധ്യായം വേഴ്സ് 1 அப்படி വാസിக்கிறோம். അവിടെ 1-ാം വാക്യത്തിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്. പ്ലീസ് റീഡ്. സഹോദരന്മാരെ, ഞാൻ ദൈവത്തിന്റെ മനസ്സലിവ് ഓർപ്പിച്ച് നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത്, നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദവുമുള്ള യാഗമായി സമർപ്പിപ്പീൻ. அப்ப நியூ கோவனன்ட்ல உள்ளது நம்மளுடைய பாடியை தான் நாம் என்ன செய்ய வேண்டியதா இருக்குன்னு ஆஃபர் பண்ண வேண்டியதா இருக்கு. പുതിയ നിയമ കാലഘട്ടത്തിൽ നാം യാഗം കഴിക്കേണ്ടത് നമ്മുടെ ശരീരത്തെ തന്നെയാണ്.
நம்மளுடைய ஐஸ், நம்மளுடைய டங், நம்மளுடைய இயர்ஸ், நம்மளுடைய ஹேண்ட்ஸ், நம்மளுடைய லிப்ஸ், சகலத்தையும் நம்மளுடைய ஹோல் பாடியுமே நான் ஆல்டர்ல நான் வைக்கணும். நான் നമ്മുടെ കണ്ണുകൾ, നമ്മുടെ നാവ്, നമ്മുടെ കരങ്ങൾ, നമ്മുടെ കാത്, നമ്മുടെ മുഴുവൻ ശരീരവും നാം യാഗപീഠത്തിൽ നാം വെക്കേണ്ടതാണ്. இப்ப இன்னைக்கு நான் வைத்திருக்கல அப்படின்னா ஃபயர் இல்லை. இன்னைக்கு ഇന്ന് നാം അപ്രകാരം യാഗപീഠത്തിൽ നമ്മുടെ ശരീരാവയവങ്ങളെ നാം വെച്ചിട്ടില്ല എങ്കിൽ നമ്മുടെ ഈ യാഗപീഠത്തിൽ തീയില്ല. இதுல ஒரு சாக்ரிஃபைஸ் இன்னைக்கு இந்த ஐஸ்ல இல்லை அப்படின்னா அந்த கண்ணுல இன்னைக்கு ஃபயர் இல்லை. ഈ നമ്മുടെ കണ്ണുകളിൽ അവിടെ ഒരു കണ്ണുകൾ ഒരു യാഗമായി അർപ്പിക്കപ്പെടുന്നില്ല എങ്കിൽ അവിടെ തീ ഇല്ല. நம்மளுடைய நாவில இன்னைக்கு சாக்ரிஃபைஸ் ஆல்டர்ல நான் வைக்கல, அங்க ஒரு டெய்லி சாக்ரிஃபைஸ் நடக்கல அப்படின்னா அங்க ஃபயர் இல்லை. அதுல നമ്മുടെ നാവിൽ നാൾ തോറുമുള്ള ഉഷസ് തോറുമുള്ള ഓരോ ദിവസവുമുള്ള ഈ ഒരു യാഗം നമ്മുടെ നാവിൽ ഇല്ല എങ്കിൽ അവിടെ തീയുമില്ല. நம்மளுடைய ஹோல் பாடியவே நம்ம ஆஃபர் பண்ண வேண்டியதுதான். നമ്മുടെ മുഴു ശരീരത്തെയും നാം ഇപ്രകാരം അർപ്പണം ചെയ്യേണ്ടതാണ്. அதுல மெயினா வேதம் எதை அதிகமா எம்பசிஸ் பண்ணுது அப்படின்னா நம்மளுடைய கண்களையும் நம்மளுடைய നാവയും. എന്നാൽ നമ്മുടെ കണ്ണുകളെയും നമ്മുടെ നാവിനെയുമാണ് ദൈവവചനം കൂടുതൽ പ്രാധാന്യം നൽകി പറയുന്നത്. அந்த 2 வேர்ஸ் நீங்க பார்க்கணும்னு நான் விரும்புறேன். ആ 2 വാക്യങ്ങൾ നിങ്ങൾ കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ലൂക്ക് ചാപ്റ്റർ 11 വേഴ്സ് 34. ലൂക്കോസ് 11-ാം അധ്യായം, ഇത് ജീസസ് சொன்ன വാർത്ത. 34-ാമത്തെ വാക്യം. ഇത് യേശു പറഞ്ഞ വാക്യങ്ങളാണ്. 34. 34. ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു. കണ്ണ് ചൊവ്വുള്ളതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിതമായിരിക്കും. ദോഷമുള്ളതാകിലോ ശരീരവും ഇരുട്ടുള്ളത് തന്നെ. இங்க இந்த வேர்ஸ்ல நம்ம எதை சொல்றோம் அப்படின்னா the whole body டிஃபைல் ஆகும். எப்ப அப்படின்னா കൺ ഡിഫൈലാ இருந்ததுன்னா ഹോൾ ബോഡി ഡിഫൈൽ ആയിടും. ഇവിടെ പറയുന്നത് നമ്മുടെ മുഴു ശരീരവും അത് ഇരുട്ടുള്ളതായി തീരും. അത് എപ്പോഴാണ്? നമ്മുടെ കണ്ണ് അത് ചൊവ്വുള്ളതല്ലെങ്കിൽ ശരീരം മുഴുവൻ ദോഷമുള്ളതാകും എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. കൺ തെളിവായിരുന്നാൽ മുഴു ശരീരം തെളിവായിരുന്നു. എന്നാൽ കണ്ണ് ചൊവ്വുള്ളതാണെങ്കിലോ, കണ്ണ് ശരിയാണെങ്കിൽ മുഴു ശരീരവും അത് ശരിയാണ്. அப்ப ஜீசஸ் எதை ரிலேட் பண்ணி சொன்னார் அப்படின்னா കണ്ണോട് കൂടെ മുഴു ബോഡിയും சேர்த்து ரிலேட் பண்ணி சொன்னார். യേശു അപ്പോൾ ഈ നമ്മുടെ കണ്ണും മുഴു ശരീരവും അത് രണ്ടും തുലനം ചെയ്താണ് സംസാരിക്കുന്നത്. ഓക്കെ, ജെയിംസ് என்ன சொல்றாரு அப்படின்னா യാക്കോബ് എന്ത് പറയുന്നു എന്ന് നോക്കുക. ജെയിംസ് ചാപ്റ്റർ 3. യാക്കോബ് എഴുതിയ ലേഖനം 3-ാം അധ്യായം. ജെയിംസ് அதிகமாய் നാവെ കുറിച്ച് அதிகமா பேசுவார். യാക്കോബ് ഈ നാവിനെ കുറിച്ച് വളരെ കൂടുതലായിട്ട് സംസാരിക്കുന്നുണ്ട്. അതിലെ വേഴ്സ് 2 വാസിക്കാം. 2-ാമത്തെ വാക്യം നോക്കുക. ചാപ്റ്റർ 3 വേഴ്സ് 2. 3-ാം അധ്യായം 2-ാമത്തെ വാക്യം. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കടിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. വേഴ്സ് 6ல മിഡിൽ വാസിக்கிறோம். നാവാണത് മുഴു ശരീരത്തെ ഡിഫൈൽ பண்ணுதுன்னு വാസിக்கிறோം. 6-ാമത്തെ വാക്യത്തിൽ അവിടെ അതിന്റെ മധ്യത്തിൽ നാം വായിക്കുന്നത് ഈ നാവ് അത് ദേഹത്തെ മുഴുവൻ മലിനമാക്കുന്നു എന്ന് അവിടെ വായിക്കുന്നു. நீங்க இதுக்கு முன்னால நீங்க நோட்டீஸ் பண்ணலன்னா இப்ப நோட்டீஸ் பண்ணிட்டு தான் நல்லது. നിങ്ങൾ ഇതിനു മുമ്പ് ഈ വാക്യം ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ ഇപ്പോൾ അത് ശ്രദ്ധിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. One is Luke 11:34. ഒന്ന് ലൂക്കോസ് 11:34. The other verse is James 3:6. മറ്റേ വാക്യം യാക്കോബ് 3:6. ഇത് രണ്ടും എന്നാ சொல்லுது அப்படின்னா ഈ രണ്ടും എന്താണ് പറയുന്നത്? കൺ ഡിഫൈൽ ആയിடுச்சு அப்படின்னா നമ്മുടെ ഹോൾ ബോഡി ഡിഫൈൽ ആയിடும். അവിടെ പറയുന്നത് നമ്മുടെ കണ്ണ് അത് ചൊവ്വുള്ളതല്ലെങ്കിൽ, കണ്ണ് മലിനമാണെങ്കിൽ നമ്മുടെ മുഴു ശരീരവും മലിനമായിരിക്കും. ഓക്കെ, നമ്മുടെ ടങ് ഡിഫൈൽ ആയിடுச்சுன்னா ഹോൾ ബോഡി ഡിഫൈൽ ആയിடும். നമ്മുടെ നാവ് മലിനമാണെങ്കിൽ നമ്മുടെ മുഴു ദേഹവും മലിനമായിരിക്കും. അപ്പൊ നാം എவ்வளவாய் ഇത് രണ്ടുத்தையும் നാം ഗവനം செலுத்தணும். അതില് അതുകൊണ്ട് നാം എത്രയധികം നമ്മുടെ കണ്ണിനെയും നാവിനെയും നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കും. യെസ്, കൈകൾ, ഇയേഴ്സ് എല്ലാമേ നാം ഗവനം செலுத்தணும் தான். നമ്മുടെ കൈകൾ, നമ്മുടെ ശരീരത്തിന്റെ മറ്റ് അവയവങ്ങൾ, അതൊക്കെ അതിനെക്കുറിച്ച് നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ஆனால் மெயினா இந்த ரெண்டு வேர்சஸையும் ஜேம்ஸும் ജീസസ് കോട്ട് பண்ண വേഴ്സസ് ഇത്. എന്നാൽ ഇത് യേശുവും യാക്കോബും ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് ഈ ലേഖനങ്ങളിലും സുവിശേഷത്തിലും നാം വായിച്ചത്. இந்த ஃபர்ஸ்ட் செஷன்ல நாம் நம்மளுடைய நாவில் உள்ள காரியத்தை நாம் தியானிக்கலாம். ഈ ആദ്യത്തെ സെഷനിൽ നാവിന്റെ കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. நம்ம நாவை അനുദിനமும் നാം സാക്രിഫൈസ് பண்ணிட்டே இருக்கணும். നമ്മുടെ നാവിനെ ഓരോ ദിവസവും നാം യാഗപീഠത്തിൽ അർപ്പിക്കേണ്ടിയിരിക്കുന്നു. அப்பதான்
பரலோகத்திலிருந்து இந்த அக்கினி நம்ம இடத்தில் வர முடியும். അങ്ങനെയെങ്കിൽ മാത്രമേ സ്വർഗത്തിൽ നിന്ന് ഈ അഗ്നി നമ്മിലേക്ക് ഇറങ്ങി വരികയുള്ളൂ. ஓகே, இங்க ஜேம்ஸ் என்ன சொல்றாருன்னா, நம்மளுடைய நாவில் உள்ள ஒரு 5 ஈவில்ஸ் காண்பிக்கிறார் பாருங்க. യാക്കോബ് ഇവിടെ നമ്മുടെ നാവിലുള്ള 4 തിന്മകളെ കാണിക്കുന്നു. ஈவன் 4 or 5 கூட சொல்லலாம். 4 അല്ലെങ്കിൽ 5 വേണമെങ്കിലും ഇവിടെ ഉണ്ട്. வேர்ஸ் 5ல வாசிக்கிறோம். 5-ാമത്തെ വാക്യം നോക്കുക. நாவு பெருமையானவைகளை பேசும் அப்படின்னு வாசிக்கிறோம். ഇവിടെ വായിക്കുന്നത് നാവ് അത് വളരെ വമ്പ് പറയുന്നു. സെൽഫ് ബോസ്റ്റിംഗ്, അത് വളരെ പൊങ്ങച്ചം പറയുകയാണ്, സ്വയ പൊങ്ങച്ചം പറയുകയാണ്. ബോസ്റ്റിംഗ് ടങ്, അത് നമുക്ക് വമ്പ് പറയുന്ന നാവ് എന്ന് പറയാം. നമ്പർ 1, ഒന്ന് വമ്പ് പറയുന്ന നാവ്. നാവിൽ ഉള്ളതാണ് ഈവിൽ. I want to show you the 5 evils of our tongue. നമ്മുടെ നാവിലുള്ള ഈ 5 തിന്മകൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരികയാണ്. ഒന്ന് പൊങ്ങച്ചം പറയുന്ന നാവ്. രണ്ടാമത്തെ കാര്യത്തെ വാസിக்கிறோம். രണ്ടാമത്തെ കാര്യം വേഴ്സ് 6ல വാസിக்கிறோம். 6-ാമത്തെ വാക്യം നാവ് നെരുപ്പ് அப்படின்னு വാസിக்கிறோம். ഇവിടെ നാം വായിക്കുന്നത് നാവ് അതൊരു തീയാണ്, തീ തന്നെ എന്ന് വായിക്കുന്നു. அது என்ன தீ, அந்த என்ன நெருப்பு அக்கினி அப்படிங்கறத நரக அக்கினியினால் கொளுத்தப்படுகிறதா இருக்கிறது, ஹெல் ஃபயர் அப்படின்றது. അവിടെ നാം ആ 6-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്ത് വായിക്കുന്നത് അത് നരകത്താൽ അതിന് തീ പിടിക്കുന്നു എന്നാണ് അവിടെ വായിക്കുന്നത്. നാവില என்ன அக்கினி இருக்கு, என்ன தீ இருக்கு? നാവിലുള്ള ആ തീ എന്ത് തീയാണ്? ஹெல் ஃபயர் இருக்கு, അത് നരകത്തീയാണ്. ഓക്കെ, നമ്പർ 3, മൂന്നാമത്തെ കാര്യം വേഴ്സ് 6ல വാസിக்கிறோம். 6-ാമത്തെ വാക്യത്തിൽ തന്നെ നാം വായിക്കും. അനീതി നിറഞ്ഞത്, വേൾഡ് ഓഫ് ഇനിക്വിറ്റി அப்படின்னு അവിടെ അതിന്റെ ആദ്യ ഭാഗത്ത് നാം വായിക്കുന്നു നാവിനെ കുറിച്ച് അനീതി ലോകമായി, അനീതിയുടെ ഒരു ലോകമാണ്. ഉലകളാവുള്ള ഉണ്ടാണ് അനീതിയെ നാവിൽ இருக்கான். ഈ ലോകത്ത് മുഴുവനുള്ള അനീതിയും നമ്മുടെ നാവിലേക്ക് വരുവാൻ ഉണ്ട്. one more thing, വീണ്ടും ഒന്ന് വേൾഡിനെസ് ആൾസോ തங்கில தான் இருக்கு. ലോകമയത്വവും ഈ നാവിലുണ്ട്. ഉലകത്തെ കുറിച്ച് தான் பேசுறது எப்பொழுதுமே. എപ്പോഴും സംസാരിക്കുന്നതൊക്കെ ഈ ലോകത്തെ കുറിച്ചാണ്. அது குடும்பத்துல இருந்தாலும் சரி, வெளியில இருந்தாலும் சரி, உலக எல்லாம் டாக் ஆஃப் வேர்ல்டு தான் எல்லாமே. ലോകത്ത് നമ്മുടെ വീട്ടിലാണെങ്കിലും പുറത്താണെങ്കിലും എല്ലായിടത്തു നിന്നും സംസാരിക്കുന്നതെല്ലാം ലോകത്തെ കുറിച്ച് തന്നെ മാത്രമാണ് സംസാരിക്കുന്നത്. കീഴെ വേഴ്സ് 8ல വാസിக்கிறோம். 8-ാമത്തെ വാക്യം നോക്കുക. one more evil, അവിടെ മറ്റൊരു തിന്മ, വിഷം, സാവുക്കേതുവാன വിഷം നിറഞ്ഞതായി இருக்கிறது. നാവിനെ കുറിച്ച് അവിടെ പറയുന്നത് മരണകരമായ വിഷം നിറഞ്ഞത്. അപ്പൊ എவ்வளவு ഈവിൽസ് இருக்கு பாருங்க. അവിടെ എത്ര തിന്മകളെ കുറിച്ചാണ് അവിടെ പറയുന്നത്. பெருமையானவைகளை பேசுகிற நாவு, വമ്പ് പറയുന്ന നാവ്, നരക അഗ്നി ഉള്ള നാവ്, നരകത്തിന്റെ തീ നിറഞ്ഞ നാവ്, അനീതി നിറഞ്ഞ നാവ്, അനീതി നിറഞ്ഞ നാവ്, உலகம் நிறைந்த வேர்ல்டினஸ், ஃபுல் ஆஃப் வேர்ல்டினஸ் டங்க்ல இருக்கிற நாவு, ലോകമയത്വം നിറഞ്ഞ നാവ്, விஷம் நிறைந்த நாவு, വിഷം നിറഞ്ഞ നാവ്. ஓகே, இந்த மதியம் ഇന്ന് ഉച്ച കഴിഞ്ഞ് இந்த நாவை நான் ரீடைன் பண்ணிக்கிறேன்னு சொல்றவங்க കൈ ഉയർത്തി சொல்றோம். ഈ ഒരു ഇങ്ങനെയുള്ള ഒരു നാവ് എനിക്ക് മതി എന്ന് പറയുന്ന ആൾക്കാർ ഒന്ന് കൈ ഉയർത്തിക്ക്. പറയല്ല, നോബഡീസ് ഹിയർ. എനിക്ക് ഈ തരത്തിലുള്ള ഒരു നാവ് മതി എന്ന് പറയുന്ന ആരും ഇവിടെ ഇല്ല. കൊള്ളാം, ഐ പ്രൈസ് ദി ലോർഡ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. யாராவது இவ்வளவு நாட்களாய் இவ்வளவு ஈவில்ஸ் கொண்ட நாவோடு தான் நம்ம பயணிச்சுட்டு இருக்கோம் எல்லா இடங்கள்லயும். ഇത്രയും തിന്മ നിറഞ്ഞ ഒരു നാവുമായിട്ടാണ് നാം ഇത്ര നാളായിട്ട് എല്ലായിടത്തും യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫാമിലിയിലെ, വർക്ക് സ്പോട്ടിലെ, ചർച്ചിലെ, വീട്ടില്, ജോലി സ്ഥലത്ത്, സഭ മീറ്റിങ്ങുകളിലൊക്കെ ഇதை குறித்து நம்ம அப்படி பார்த்திருக்கோமா? அதை നാം ഈ നാവിന്റെ ഈ ഒരു പ്രാധാന്യം നാം കണ്ടിട്ടുണ്ടോ? நான் முதல்ல என்ன சிறிய ஒரு அவயவம் தான், பட் ஆனா பெருமையானவைகளை பேசும் அப்படின்னு வாசிக்கிறோம். ഇവിടെ നാവിനെ കുറിച്ച് പറയുന്നത് 5-ാം വാക്യത്തിൽ അത് ചെറിയ അവയവമാണ്, എങ്കിലും വളരെ വമ്പ് പറയുന്നു. സെൽഫ് ബോസ്റ്റിംഗ്, അതിങ്ങനെ സ്വന്തം കാര്യങ്ങളെ കുറിച്ച് പൊങ്ങച്ചം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നമ്മை குறித்தும், நம்மளுடைய பிள்ளைகளை குறித்தும், நம்மளுடைய பிள்ளைகளுடைய அக்காம்ப்ளிஷ்மெண்ட்ஸ் குறித்தும், நம்மளுடைய ஸ்பிரிச்சுவல் திங்ஸ் குறித்தும் போஸ்டிங் தான். നമ്മെക്കുറിച്ച്, നമ്മുടെ കുഞ്ഞുങ്ങളുടെ നേട്ടങ്ങളെ കുറിച്ച്, നമ്മുടെ ആത്മീക നേട്ടങ്ങളെ കുറിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. അല്ല, ഫയർ സാക്രിഫൈസ് பண்ணாதான் ഫയർ വരും. യാഗം ചെയ്താൽ മാത്രമേ തീ വരികയുള്ളൂ. ഫോർ എക്സാമ്പിൾ, ഉദാഹരണത്തിന്
இப்போ நான் உதாரணமா சொல்றேன், எல்லாமே ஒரு எக்ஸாம்பிளுக்காக சொல்றேன். ഞാൻ ഈ പറയുന്നതെല്ലാം ഉദാഹരണമായിട്ടാണ് പറയുന്നത്. இப்போ ஒரு பேரண்ட்ஸ்ட்ட கேட்கிறோம், பிள்ளைங்க என்ன பண்றாங்க, பிள்ளைங்க உங்களுக்கு எத்தனை பிள்ளைங்கன்னு கேட்கிறேன் நான். ഞാൻ ഏതെങ്കിലും ഒരു മാതാപിതാക്കളോട് ചോദിക്കുന്നു, നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? எல்லாமே நான் சொல்றது ஒரு கற்பனையா, இமேஜினேஷன்ல சொல்றேன். ഞാൻ പറയുന്നതൊക്കെ ഒരു ഇമാജിനേഷനാണ്. ഞാൻ അത് ഉള്ള കാര്യമല്ല. ഞാൻ ഒരു മനസ്സിൽ ഇങ്ങനെ പറയുകയാണ്. So now and then we have come across also. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള സംസാരം നാം കേട്ടിട്ടും ഉണ്ടാവും. நான் கேட்கிறேன், பிள்ளைங்க எத்தனை பிள்ளைங்க, எவ்வளவு பிள்ளைங்க இருக்காங்கன்னு கேட்கிறேன். ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? ஒன் பாய் இஸ் இன் யூஎஸ்ல இருக்காரு, சாஃப்ட்வேர் இன்ஜினியரா இருக்கிறாரு. ஒன் கேர்ள் இஸ் இன் யூகேல, அவங்க வந்து கம்ப்யூட்டர் ஃபீல்ட்ல இருக்காங்க, ஒருத்தர் டாக்டரா இருக்காங்க. நான் அதெல்லாம் கேட்கவே இல்லை. நான் എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചതിന് മറുപടി, എനിക്ക് ഒരു മോന് അമേരിക്കയില് അവിടെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആയിട്ടിരിക്കുന്നു. രണ്ടാമത്തെ ആള് യുകെയില് ഡോക്ടർ ആയിരിക്കുന്നു. ഞാൻ എത്ര മക്കളുണ്ടെന്നേ ചോദിച്ചുള്ളൂ. ചോദിച്ചതിന് വന്ന മറുപടിയാണിത്. நான் இப்ப கேட்கணும், எத்தனை பிள்ளைங்கன்னு கேட்டா 2 பிள்ளைங்கன்னு சொல்லணும். എത്ര മക്കളുണ്ടെന്ന് ചോദിച്ചാൽ 2 മക്കളുണ്ടെന്ന് പറഞ്ഞാൽ പോരെ. அப்புறம் அடுத்த கொஸ்டின் நான் கேட்கணும், அவங்க என்ன பண்றாங்க நான் கேட்கணும். അപ്പൊ ഉടനെ ഞാൻ അവരെ എന്ത് ചെയ്യുന്നു എന്ന് ഞാൻ ചോദിക്കണം. അതാണ് അദ്ദേഹം പ്രതീക്ഷിച്ച് മുൻകൂട്ടി ഉത്തരം പറയുകയാണ്. நாம என்ன செஞ்சிட்டோம், சிறு பிராயத்திலிருந்தே போஸ்டிங்லயே நம்ம வளர்ந்துட்டோம். ഇങ്ങനെ നാം നമ്മുടെ ചെറിയ പ്രായത്തിൽ മുതൽ നാം ഇങ്ങനെ പൊങ്ങച്ചം പറഞ്ഞ് ശീലിച്ചവരാണ്. വൈഫ് എന്നവാ இருக்காங்க, നിങ്ങളുടെ ഭാര്യ എന്ത് ചെയ്യുന്നു? ഹൗസ് വൈഫ്, മുടിഞ്ഞു പോച്ച്. ഭാര്യ വീട്ടിലുണ്ട്, വീട്ടില് കുഞ്ഞുങ്ങളെ നോക്കുന്നു, അത്രയും പറഞ്ഞാൽ മതി. அவங்க போஸ்ட் கிராஜுவேட், ഭാര്യ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണ്. அவங்க ஏற்கனவே வந்து டீச்சரா ஒர்க் பண்ணிட்டு இருந்தாங்க, നേരത്തെ ടീച്ചറായിട്ട് ജോലി ചെയ്തിരുന്നു. யார் கேட்டாப்ப? ഇതാര് ചോദിച്ചു? ஒய்ஃப் ஹவுஸ் வீட்டுல சிஸ்டர் எப்படி இருக்காங்க, என்ன பண்றாங்கன்னா கேட்டாங்க, அவ்வளவுதான் கேட்டாங்க. വീട്ടില് ഭാര്യ എന്ത് ചെയ്യുന്നു എന്നല്ലേ ചോദിച്ചുള്ളൂ. ஹோம் மேக்கர், ஹவுஸ் வைஃப், முடிஞ்சு போச்சு, அவ்வளவுதான். ഞാൻ വീട്ടിലെ കുഞ്ഞുങ്ങളെ നോക്കുന്നു, വീട്ടുകാര്യങ്ങൾ നോക്കുന്നു, വീട്ടിലുണ്ട്, എത്രയും പറഞ്ഞാൽ പോരെ. அவங்க நிறைய ஒர்க் பண்ணாங்க, இவ்வளவு படிச்சாங்க, இதெல்லாம் கேட்கவே இல்லை. ഇത്രയും ജോലി ചെയ്തു, ഇത്രയും പഠിച്ചിട്ടുണ്ട്, ഇതൊന്നും ചോദിച്ചില്ലല്ലോ. நேச்சுரலாவே நம்ம என்னத்தை சொல்லிட்டே இருக்கோம் அப்படின்னா போஸ்டிங் தான். போஸ்டிங் സർവ്വസാധാരണമായി നമ്മുടെ ഉള്ളിൽ നിന്ന് പൊങ്ങി വരുന്നത് ഈ ഒരു സ്വയ പുകഴ്ചയാണ്, പൊങ്ങച്ചമാണ് പൊങ്ങി വരുന്നത്. அந்த சுய புகழ்ச்சி മനുഷ്യരിടത്തിലിருந்து നാം വിരുമ്പുന്നത്, നാം മനുഷ്യരിൽ നിന്ന് നാം ആഗ്രഹിക്കുന്നത്, നാം ഇങ്ങനെ ഒരു സ്വയ പുകഴ്ച. உலகத்துக்கு அடுத்த காரியத்துல மட்டும் இல்ல, ഇത് ലോകപരമായ കാര്യങ്ങളിൽ മാത്രമല്ല, ஈவன் சர்ச் சைட்லயும் சரி, ആത്മീയ സഭാ കാര്യങ്ങളിലും ഇങ്ങനെ തന്നെയാണ്. ஜீசஸ் 3 காரியங்களை வந்து என்ன செய்ய சொன்னார்னா, போஸ்டிங்கே இருக்கக்கூடாது, இல்ல ஹிடனா இருக்கணும்னு சொன்னார். 3 കാര്യങ്ങളെ കുറിച്ച് യേശു അത് മറഞ്ഞിരിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഒന്ന് ചാരിറ്റി, another one is prayer, another one is fasting. ഒന്ന് നാം ചെയ്യുന്ന ദാനധർമ്മങ്ങൾ, മറ്റൊന്ന് നമ്മുടെ പ്രാർത്ഥന, മറ്റൊന്ന് നമ്മുടെ ഉപവാസം. ഇത് 3ഉം മറഞ്ഞിരിക്കണം എന്നാണ് യേശു പറഞ്ഞത്. இந்த விஷயத்திலே போஸ்டிங் தான். ഈ കാര്യത്തിലും ഈ പുകഴ്ച പറയലാണ്. ஏற்கனவே நிறைய ஒரு கிறிஸ்டியன் டினாமினேஷனல் சர்ச்சஸ்ல இருந்துட்டு வந்ததுனால நிறைய இது மாதிரி காரியங்கள் எல்லாம் பார்த்துருக்கோம். നാം പല ക്രിസ്തീയ ഇങ്ങനെയുള്ള ഡിനോമിനേഷണൽ സഭകളിൽ ഒക്കെ നേരത്തെ ഉണ്ടായിരുന്നത് കൊണ്ട് ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ നാം ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. அப்படிப்பட்டவர்களோடு கூட இருந்து நாமும் அப்படிப்பட்டவைகளாய் இருந்தோம். അങ്ങനെയുള്ള ആളുകളോട് കൂടെ ഇരുന്ന് നാമും അങ്ങനെയുള്ള ആളുകളായിരുന്നു. அப்படிப்பட்ட தீமையை நான் பேசியிருக்கேன், நான் காரியங்களை பேசியிருக்கேன். അങ്ങനെയുള്ള തിന്മകൾ ഞാനും പറഞ്ഞിട്ടുണ്ട്. சில பாஸ்டர்ஸ்லாம் இருப்பாங்க, ചില പാസ്റ്റർമാരൊക്കെ ഇങ്ങനെയാണ്. நம்ம மத்தியில எவ்வளவு பாஸ்டர்ஸ்லாம் இருக்காங்க, இன்னைக்கு அப்படிதானே செஞ்சுட்டு இருக்காங்க. ഇന്നും നമ്മുടെ ചുറ്റിനുമുള്ള പാസ്റ്റർമാരൊക്കെ അങ്ങനെയാണ് ചെയ്യുന്നത്. யாராவது 11 o'clock வீட்டுக்கு வராங்கன்னு வச்சுக்கோங்க, 11 o'clock வீட்டுக்கு வராங்க, ஒரு காஃபி டீ டைம் ஸ்நாக்ஸ் டைம் 11 o'clock ஒரு பாஸ்டர் விசிட்ஸ் அவர் ஹோம். ഒരു 11 മണിക്ക് ഒരു പാസ്റ്റർ വീട്ടിലേക്ക് വരുന്നു, ഒരു കാപ്പി കൊടുക്കാനുള്ള ഒരു സമയം. அப்ப வீட்டுல ஏதாவது ஒரு வடை ஸ்நாக், ஏதாவது ஒரு വട ബജ്ജി ഏതോ ഒന്ന് പോടുറോന്ന് വെച്ചു. അപ്പൊ വീട്ടില് അവിടെ ഒരു വട എന്തെങ്കിലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 2 അയ്യോ പാസ്റ്റർ വന്നിരിക്കാരെ அப்படின்னு சொல்லிட்டு ദേവ ഊഴിയക്കാർ വന്നിരിക്കാരെ 2 വട വെക്കണമെന്ന് വെച്ചു. അപ്പൊ ഓക്കെ ഏതായാലും ദൈവമനുഷ്യൻ അദ്ദേഹം പാസ്റ്റർ വന്നിട്ടുണ്ടല്ലോ, 2 വട അദ്ദേഹത്തിന് കൊടുത്തേക്കാം എന്ന് വിചാരിച്ചെടുക്കുമ്പോ, സിസ്റ്റർ പ്ലീസ് ടേക്ക് ഇറ്റ് 3 days fasting is going on. സോറി അത് വേണ്ട, ഞാൻ 3 ദിവസം ഉപവാസത്തിലാണ്. 3 days. Some people would say 7 days fasting is good. ചിലര് 7 നാൾ ഉപവാസം നടന്നുകൊണ്ടിരിക്കുകയാണ്. அதனால please take this one. അത് വേണ്ട. சாதாரண ஒரு வடையை சாப்பிட்டுட்டு பேசாம என்ன செஞ்சுட்டு போயிடலாம். ഒരു സാധാരണ വട കഴിച്ചു വിണ്ടാതെ പോയാ പോരെ.
இப்ப இந்த வடையை எடுத்ததுனால ஹோலி ஸ்பிரிட் பிடிச்சு கழுத்து பிடிச்சு நெரிப்பாரா? ഒരു വട ഇപ്പൊ കഴിച്ചു എന്ന് വിചാരിച്ച് പരിശുദ്ധാത്മാവ് കഴുത്തിന് പിടിക്കുവോ? அதெல்லாம் ஹோலி ஸ்பிரிட் கழுத்து பிடிச்சலாம் நெரிக்க மாட்டார். പരിശുദ്ധാത്മാവ് ഈ കഴുത്തിനെ പിടിക്കുന്ന ഒരു പരിശുദ്ധാത്മാവല്ല. இப்ப வடை சாப்பிடுறது காரியமா இல்ல 7 days ஃபாஸ்டிங்னு போஸ்டிங் பண்ற காரியம்? ഇപ്പൊ നിങ്ങൾ ഒരു വട കഴിക്കുന്നതാണോ തെറ്റ്, അതോ ഞാൻ ഈ 7 ദിവസം ഉപവാസത്തിലായിരുന്നു എന്ന് ഈ ചെണ്ട കൊട്ടി നിങ്ങൾ വിളംബരം ചെയ്തതാണോ തെറ്റ്? பேசாம வடை தின்னுட்டு போயிடலாம். നിങ്ങൾ മിണ്ടാതെ വട നിന്ന് പോയ പോരെ. ஹோலி ஸ்பிரிட் ஒண்ணுமே சொல்ல மாட்டார். പരിശുദ്ധാത്മാവ് അതിന് ഒരു തടസ്സവും പറയുകയില്ല. மேத்யூ 6ல உள்ளதான இந்த சேரிட்டி, ஃபாஸ்டிங், பிரேயர்ஸ், இது எல்லாமே இன்னைக்கு என்ன ஆகுது அப்படின்னா எல்லாமே தாரத்தப்பட்டு எல்லாமே போஸ்டிங் தான். ഇന്ന് മത്തായി 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ പ്രാർത്ഥന, ഉപവാസം, ദാനധർമ്മങ്ങൾ, ഇതെല്ലാം ഇന്ന് അതൊരു പുകഴ്ചയ്ക്കും ഈ വിളംബരം ചെയ്യുന്നതിനും വമ്പ് പറയുന്നതിനുമുള്ള ഒരു കാര്യമാക്കി ആളുകൾ മാറ്റിയിരിക്കുന്നു. சர்ச்சுக்கு ஏதாவது ஆஃபர் பண்ற காரியத்தை, ഇപ്പൊ സഭയിൽ എന്തെങ്കിലും ഒരു ദാനധർമ്മം ചെയ്യുന്ന ഒരു കാര്യം എടുക്കുക, அது ஹிடனா வச்சுக்க மாட்டாங்க. അതൊന്നും രഹസ്യമായിട്ട് വെക്കുകയില്ല. சில சில பீப்புள்லாம் இருக்காங்க. ചില ആളുകളൊക്കെ ഉണ്ട്. நான் என்னுடைய லோக்கல்ல ஊர்ல உள்ளதான சில ஹிந்து டெம்பிள்ல பார்த்திருக்கேன். ഞാൻ എൻ്റെ നാട്ടിലുള്ള ഗ്രാമത്തിലുള്ള അവിടുത്തെ ചില ഹിന്ദു ക്ഷേത്രത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ஒரு சாதாரண ஒரு டியூப் லைட் இருக்கும். ஒரு டியூப் லைட்ல அவங்களுடைய கிராண்ட் ஃபாதர் நேம்னுடைய இனிஷியல், தென் ஃபாதர் நேம்னுடைய இனிஷியல், அப்புறம் அவருடைய இனிஷியல் போட்டு இவ்வளவு நேம் போட்டு அதில் எழுதியிருக்கும். என்னன்னா சாதாரண ஒரு டியூப் லைட்ல ഒരു ട്യൂബ് ലൈറ്റ്, ആ ട്യൂബ് ലൈറ്റിന്റെ മുകളില് വല്യപ്പന്റെ പേര്, അപ്പന്റെ പേര്, അങ്ങനെ ഒരു 3 തലമുറയുടെ പേര് അതിന്റെ മുകളിൽ എഴുതി വെച്ചിട്ടുണ്ട്. KSMV ஆல்பர்ட் சோ அண்ட் சோ அப்படின்னு போட்டு திஸ் ഉഭയം ഇത് കാണിക്ക കൊടുക്കപ്പെട്ടത്. ഇപ്പം ഇങ്ങനെ ഒരു നീണ്ട ഇനീഷ്യലുകളൊക്കെ പല ആളുകളുടെ വെച്ചിട്ട് അവര് ദാനം ചെയ്തതാണ്. ഇത് എന്നാ സ്പിരിറ്റ് அப்படின்னா ഹീത്തൻ ടെമ്പിൾസിൽ ഉള്ളതാണ് സ്പിരിറ്റ്. ഇത് ഒരു അങ്ങനെയുള്ള വിജാതീയ ക്ഷേത്രത്തിൽ ഉള്ള അങ്ങനെയുള്ള ആളുകളുടെ ഒരു ആത്മാവാണ്. அந்த ஸ்பிரிட் ஒரு காலம் நம் ஜீவனுள்ள தேவனுடைய വീട്ടിൽ വരக்கூடாது. ഇങ്ങനെയുള്ള ഈ ആത്മാവ് അത് നമ്മുടെ ജീവനുള്ള ദൈവസഭയിലേക്ക് അത് ഒരിക്കലും കടന്നു വരാൻ പാടില്ല. எவ்வளவுக்கு எவ்வளவு நம்மளுடைய சேரிட்டி, நம்மளுடைய ஆஃபரிங்ஸ் வந்து சீக்ரெட்டா இருக்குமோ அவ்வளவு சீக்ரெட்டா இருக்கிறதுக்கு நம்ம பிரயாசம் பண்ணணும். നമ്മുടെ ദാനധർമ്മങ്ങൾ എത്രയും അധികം അത് രഹസ്യമാക്കി വെക്കുവാനായിട്ട് നാം ശ്രമിക്കണം. எஸ், மேக்சிமம் நம்மளால முடிஞ்ச வரைக்கும் அது மேக்சிமம் வைக்க பார்க்கிறோம். നമ്മളെ കൊണ്ട് കഴിയുന്നത് വരെയും അത് നാം രഹസ്യമായിട്ട് സൂക്ഷിക്കുക. ஆனாலும் நம்ம என்ன செய்ய விரும்புறோம், நம்மளுடைய போஸ்டிங்ல வருது. എന്നാലും എങ്ങനെയെങ്കിലും അതൊരു പൊങ്ങച്ചമാക്കാനായിട്ടാണ് നമ്മുടെ ജഡത്തിലുള്ള ആ തിന്മ. അങ്ങനെയാണ്. எஸ், நம்மளுடைய சர்ச்சை குறித்து, சர்ச்சினுடைய காரியங்கள் அல்லது பீப்புள், எண்ணிக்கை, ஃபேமிலிஸ் எல்லாத்தையுமே போஸ்டிங் தான். നമ്മുടെ സഭയെ കുറിച്ച്, സഭയിലുള്ള ആളുകളെ കുറിച്ച്, കുടുംബങ്ങളെ കുറിച്ച്, അവിടെയുള്ള എണ്ണത്തെ കുറിച്ച്, എല്ലാറ്റിനെ കുറിച്ചും പൊങ്ങച്ചം പറയാനുള്ള ഒരു പ്രവണത. பிரியமானவர்களே, நாம் இந்த நாவல பரம அக்கினி வருவதாக. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ നാവിൽ നമുക്ക് ഉയരത്തിൽ നിന്നുള്ള ആ അഗ്നി ഇറങ്ങണം. அப்ப இந்த நாவை நம்ம என்ன செய்யணும்னா ஆல்டர்ல வச்சணும். ഈ നാവിനെ നാം അതിനായിട്ട് യാഗപീഠത്തിൽ നാം വെക്കേണ്ടതുണ്ട്. നാം ഇങ്ങ വാസിக்கிற വേഴ്സ് 6ல വാസിக்கிறோம். ഇവിടെ 6-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നു, இந்த டங்க்ல என்ன இருக்கு அப்படின்னா ஹெல் ஃபயர் இருக்காம். ഇവിടെ നരകത്തിന്റെ തീ ഈ നാവിലുണ്ട് എന്ന് നാം വായിക്കുന്നു. எஸ், நாவுல நெருப்பு, நரக அக்கினி இருக்கு. അവിടെ നരക അഗ്നി ഈ നാവിലുണ്ട്. நாம் லூக் 16ல இப்படி ஜீசஸ் சொன்ன ஒரு காரியத்தை நான் காண்பிக்க விரும்புகிறேன். ലൂക്കോസ് 16-ാം അധ്യായത്തിൽ യേശു പറഞ്ഞ ഒരു കാര്യത്തെ ഞാൻ കാണിക്കട്ടെ. ஒரு உண்மையான ஒரு ட்ரூ ஸ்டோரி ஜீசஸ் காண்பிச்சிருப்பார். അവിടെ യേശു ഒരു നടന്ന ഒരു സംഭവം യേശു വിവരിക്കുന്നു. ரிச் மேன் அண்ட் லாசர் குறித்து சொல்லும் பொழுது, ധനവാനെയും ലാസറിനെയും കുറിച്ച് യേശു പറയുമ്പോൾ வேர்ஸ் 24ல வாசிக்கிறோம். അവിടെ 24-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നു, அவன் ஹெல் ஃபயர்ல இருக்கிறான். അവനെ കുറിച്ച് അവിടെ പറയുന്നത്, അവൻ അവിടെ ഈ ജ്വാലയിൽ, നരകത്തിന്റെ ജ്വാലയിൽ, തീയിലിരിക്കുന്നു എന്നാണ് അവിടെ നാം വായിക്കുന്നത്. പ്ലീസ് റീഡ് വേഴ്സ് 24. 24-ാമത്തെ വാക്യം, എബ്രഹാം പിതാവേ, എന്നോട് കനിവുണ്ടാകണമേ, ലാസർ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവ അയക്കണമേ, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞു. ஹோல் பாடியும் எங்கதான் இருக்கு அப்படின்னா, அவனுடைய ஹோல் பாடியுமே எங்க இருக்கு அப்படின்னா அக்கினி ஜுவாலையில இருக்கு. അവന്റെ മുഴു ശരീരവും ഈ അഗ്നി ജ്വാലയിലാണ് കിടക്കുന്നത്. ஆனால் அவன் என்னுடைய நாவை குளிர பண்ணும் அப்படின்னு சொல்றான். എന്നാൽ അവൻ പറയുന്നത് എന്താണ്? എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന്
എബ്രഹാം പിതാവേ, ലാസറിനെ അയക്കണമേ. அது எவ்வளவு? அந்த விரலுடைய அந்த டிப்பை நினைச்சு தன்னுடைய டங்க ആ വിരലിന്റെ ഒരു അറ്റം ഒന്ന് തൊട്ട് ഒരു വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് എന്നാണ് പറയുന്നത്. சில பேர் நான் இந்த ஃபயர் ஆக்சிடென்ட்ல சிக்கினவர்களை நான் பார்த்திருக்கேன். ഇങ്ങനെ ഈ തീ കൊണ്ട് പൊള്ളി അങ്ങനെ ആക്സിഡന്റിൽ കിടക്കുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. ஹாஸ்பிட்டல்ல பார்த்திருக்கேன், அல்லது கொஞ்சம் நான் இருக்கிற குடியிருப்பு பகுதியில பார்த்திருக்கேன். ഞാൻ ആശുപത്രികളിൽ അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന സ്ഥലങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. சிலர் வந்து என்ன செஞ்சிருவாங்கன்னா கெரசின் மேல ஊத்தி தங்களே சூசைட் கமிட் பண்ணிப்பாங்க. ചിലര് തങ്ങൾ തന്നെ ആത്മഹത്യ ചെയ്യുന്നതിനായിട്ട് മണ്ണെണ്ണ ശരീരത്തിൽ ഒഴിച്ച് തീ കൊളുത്തിയ ആൾക്കാര് കണ്ടിട്ടുണ്ട്. ஹோல் பாடியுமே என்னவா இருக்கும் அப்படின்னா எல்லாம் தீயில வெந்திருக்கும் எல்லாமே. ശരീരം മുഴുവൻ തീയിൽ വെന്തിട്ടുണ്ടാവും. ஆனால் அந்த அவங்க அந்த அந்த அக்கினி அந்த வேதனையில அந்த அக்னியில தங்களுடைய டங்க மட்டும் தான் என்ன கேட்பாங்கன்னா தண்ணி வாட்டர் அப்படி கேட்பாங்க. എന്നാൽ ആ സമയത്ത് ആ വേദനയിൽ അവരുടെ നാവ് കൊണ്ട് അവരാകെ പറയുന്നത് വെള്ളം 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 എന്ന് മാത്രമാണ് ചോദിക്കുക. அப்ப இதெல்லாம் வைக்க அக்னி இருக்கான்னு கேட்டா ஹோல் பாடியில அக்னி இருக்கு, ശരീരം മുഴുവൻ തീയാണ്. ஆனால் அதெல்லாம் குறித்து அவங்களுக்கு கவலை இல்லை. இதுதான் அப்படின்னா நாவை துளிர பண்ணுங்க, എന്റെ നാവിനെ എങ്ങനെയെങ്കിലും തണുപ്പിക്കണം, എനിക്ക് വെള്ളം വേണം, അത് മാത്രമാണ് അവരുടെ താല്പര്യം. இது ஜீசஸ் இது அப்படி தரிசனமா பார்த்திருக்காரு, இது விஷனா பார்த்திருக்காரு. യേശു ഇതൊരു ദർശനമായിട്ട് ഇത് കണ്ടിരിക്കുന്നു. என் நாவை குளிர பண்ணும்படி அப்படின்னு வாசிக்கிறோம். എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് എന്ന് നമ്മുടെ വായിക്കും. நான் அக்கினி ஜுவாலையில் வேதனைப்படுகிறேனே, ഞാൻ ഈ തീ ജ്വാലയിൽ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു. இது ஜீசஸ் சொன்னதான ஒரு உண்மையான சம்பவம். ഇത് യേശു പറഞ്ഞ ഒരു നടന്ന സംഭവം, യഥാർത്ഥ സംഭവമാണ്. മാത്യു 5ல ജീസസ് ഇത് മൗണ്ട് സെർമണിൽ சொன்னாரு. മത്തായി 5-ാം അധ്യായം അതില് പർവ്വത പ്രസംഗത്തിൽ ഈ കാര്യം ഇങ്ങനെ പറയുന്നു. മാത്യു 5 മത്തായി 5:22 അവിടെയുള്ള 22-ാമത്തെ വാക്യം, ഞാനോ നിങ്ങളോട് പറയുന്നത് സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനാകും. സഹോദരനോട് നിസ്സാര എന്ന് പറഞ്ഞാലോ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. ഓക്കെ, ഇപ്പൊ ഇത് മൗണ്ട് സെർമണിൽ ജീസസ് சொன்னது. ഇത് പർവ്വത പ്രസംഗത്തിൽ യേശു പറഞ്ഞ കാര്യമാണ്. ഓക്കെ, ലുക്ക് 16ல ഒരു റിച്ച് മാൻ ആണ്ടവർ കാണിച്ചാർ. ലൂക്കോസ് 16-ാം അധ്യായത്തിൽ ഒരു ധനവാൻ യേശു കാണിച്ചു. அப்ப அவனுடைய வாழ்நாட்கள்ல அந்த ரிச் மேன் எத்தனை தடவை ஃபுல்ங்கிற வார்த்தையை பயன்படுத்திருப்பான். ആ ധനവാനായ മനുഷ്യൻ തന്റെ ജീവനാളുകളിൽ എത്ര പ്രാവശ്യം ഈ മൂഢ 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 എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടാവും. ഹേ മാൻ, ഫുൾ ഇഡിയറ്റ് அப்படிங்கிற வார்த்தையை எவ்வளவு பயன்படுத்திருப்பான். അവന് വളരെ പ്രാവശ്യം മൂഢ പൊട്ട എന്നൊക്കെയുള്ള വാക്കുകൾ അവൻ ഉപയോഗിച്ചിട്ടുണ്ടാവും. എത്ര തവണ ഞാൻ சொல்றது ഇത്? എത്ര പ്രാവശ്യം ഞാൻ പറഞ്ഞു? ഉനക്ക് അറിവ് இருக்கா? ഉനക്ക് നിനക്ക് വിവരമുണ്ടോടാ? ഫുൾ എടാ മൂഢ, കം മാൻ, ഇവിടെ വാ, ഗോ, പോ, ഫുൾ, എടാ പോഷ. ഹൗ മെനി ടൈംസ്? എത്ര പ്രാവശ്യം? വിവരം കെട്ടവനെ, അതാ മലയാളം. ഇപ്പൊ എങ്ക എൻഡ് ആയിடுச்சு அப்படின்னா ഹെൽ ഫയറിൽ എൻഡ് ആയിട്ടാ. ഇപ്പോ അവൻ എവിടെ എത്തി? അവനിപ്പോൾ നരകത്തീയിലെത്തി. അതു சொன்னார், മൂടനെ என்று சொல்லுகிறவன் எரி நரகத்துக்கு ஏதுவாயிருப்பான். മൂഢ, പോഷ, വിവരം കെട്ടവനെ എന്ന് പറയുന്നവൻ അഗ്നി നരകത്തിലെത്തും. നാം മറുപടി ജെയിംസ് 3ക്ക് നാം പോകാം. നമുക്ക് വീണ്ടും യാക്കോബ് 3-ാം അധ്യായത്തിലേക്ക് പോകാം. இந்த ரிச் மேனை அந்த ஜேம்ஸ் 3ல வச்சு நாம் பார்ப்போம். ഈ ഒരു ധനവാനായ മനുഷ്യനെ നമുക്ക് യാക്കോബ് 3-ാം അധ്യായത്തിന്റെ ആ ഒരു കാഴ്ചയിൽ നമുക്ക് നോക്കാം. അവൻ എவ்வளவு ബോസ്റ്റിംഗ് பண்ணிருப்பான். അവൻ എത്രയധികം ഈ വമ്പ് പുകഴ്ച പറയുന്നവനായിരിക്കും. அவன் ரிச் மேனா இருக்கிறத குறித்து, அவருடைய ரிச்னஸ் குறித்து அவன் என்ன செஞ்சிருந்திருப்பான் அப்படின்னு எவ்வளவு போஸ்டிங் இருந்திருக்கும். തന്റെ ധനത്തെ കുറിച്ച്, താൻ ധനവാനായിരുന്നത് കൊണ്ട് താൻ എത്രയധികം ഈ പൊങ്ങച്ചം പറഞ്ഞിട്ടുണ്ടാവും. அவனுடைய நாவுல ஹெல் ஃபயர் இருந்தது. അവന്റെ നാവിൽ നരക തീ ഉണ്ടായിരുന്നു. அவனுடைய நாவுல அநீதி இருந்தது. അവന്റെ നാവിൽ അനീതി നിറഞ്ഞിരുന്നു. அவனுடைய நாவுல விஷம் இருந்தது. അവന്റെ നാവിൽ വിഷം നിറഞ്ഞിരുന്നു. അവനുடைய നാവിൽ വേൾഡിനെസ് இருந்தது. അവന്റെ നാവിൽ ലോകമയത്വം നിറഞ്ഞിരുന്നു. യെസ്, അനുദിനവും സംഭ്രമമായി வாழ்ந்தான். അവൻ ഓരോ ദിവസവും വളരെ ആഡംബരമായി ജീവിച്ചു. വായില വര വാർത്തയെല്ലാം അബ്യൂസീവ് വേർഡ്സ് தான் எல்லாமே. അവന്റെ വായിൽ വന്നതെല്ലാം മറ്റുള്ളവരെ മോശമായി സംസാരിക്കുന്ന വാക്കുകൾ. യെസ്, ഇപ്പൊ അവനെ എന്നെ സെഞ്ചിരിച്ച அந்த நாவு அவனை கரைப்படுத்தி அவனுடைய ஆயுள் சக்கரத்தை நரக அக்கினியில கொளுத்தி விட்டுருச்சாണ്. ഇവിടെ അവന്റെ നാവ് അവന്റെ ജീവിതത്തിന് ജീവചക്രത്തെ
തീ കൊളുത്തി, ജീവചക്രത്തിന് തീ കൊളുത്തി നരകത്താൽ തീ പിടിച്ചു എന്നാണ് അവിടെ Yes, പറയുന്നത്. verse 6ல அப்படிதான் வாசிக்கிறோம். 6-ാം വാക്യത്തിൽ അങ്ങനെയാണ് വായിക്കുന്നത്. அந்த verse 6ல அந்த ரிச் மேனை வச்சு பார்ப்போமே நம்ம. ഈ 6-ാം വാക്യം നമുക്ക് ആ ധനവാനെ വെച്ച് നോക്കാം. அந்த ரிச் மேனுடைய நாவுல நெருப்பு இருந்தது. ആ ധനവാന്റെ നാവിൽ തീ ഉണ്ടായിരുന്നു. அவனுடைய நாவில் அநீதி இருந்தது. അവന്റെ നാവിൽ അനീതി ഉണ്ടായിരുന്നു. அவனுடைய நாவில் உலகம் இருந்தது. അവന്റെ നാവിൽ ലോകമയത്വം ഉണ്ടായിരുന്നു. அவனுடைய முழு சரீரத்தையும் கரைப்படுத்தி அவனை நரக அக்கினியில் கொளுத்தப்படுகிறதா இருந்தது. അവന്റെ മുഴു ശരീരത്തെയും ജീവചക്രത്തിന് തീ കൊളുത്തി അവനെ നരകത്തിലേക്ക് നയിക്കുന്നതായിരുന്നു. பிரியமானவர்களே, പ്രിയമുള്ളവരെ, இவைகளெல்லாம் ஜீசஸ் ஒன்னு ஒரு இலிஸ்ட்ரேஷனா ஒரு உண்மை சம்பவத்தை காண்பிச்சார். மவுண்ட் சர்மன்ல டீச் பண்ணார். ഇത് ഒരു നടന്ന സംഭവത്തെ അതിൽ നിന്ന് നമുക്ക് ഒരു പാഠം അഭ്യസിക്കുവാനായിട്ട് ആ കാര്യത്തെ ഒരു ഉദാഹരണമായി യേശു ഈ പർവ്വത പ്രസംഗത്തിലും ആ കാര്യം പറയുന്നു. இப்ப ஆபிரகாம் அந்த ரிச் மேன்ட்ட சொல்ற வார்த்தையை நான் ஜஸ்ட் பாராஃப்ரைஸ் பண்ண விரும்புறேன். എബ്രഹാം ആ ധനവാനായ മനുഷ്യനോട് സംസാരിക്കുന്ന ആ ഒരു വാചകം ഞാൻ അതിനെ ഇപ്രകാരം പറയട്ടെ. நீ பூமியில இருந்த நாள் முழுவதும் உன்னுடைய நாவில நரக அக்கினி இருந்துச்சு. നീ ഭൂമിയിൽ ഉണ്ടായിരുന്ന നാളുകളൊക്കെ നിന്റെ നാവിൽ നരകത്തിന്റെ തീയായിരുന്നു. இப்ப நீ அங்கதான் அதுதான் அனுபவிக்கணும். നീ ഇപ്പോൾ ഈ നരകത്തിൽ ഇപ്പൊ അത് തന്നെയല്ലേ നീ അനുഭവിക്കുന്നത്. நீ எப்படி இப்ப கூல் டங்க நீ எப்படி எதிர்பார்க்கலாம் அப்படின்னு. ഇപ്പൊ നീ എങ്ങനെയാ നിന്റെ നാവിന് ഒരു തണുപ്പ് നീ ചോദിക്കുന്നത്? வாழ்நாள் முழுவதும் ஹாட் டங்கா இருந்தது. നിന്റെ ജീവകാലം മുഴുവൻ നിന്റെ നാവിൽ തീയായിരുന്നല്ലോ. how can you expect now? ഇപ്പൊ നീ അങ്ങനെ ചൂടുള്ള നാവുമായിട്ടിരുന്ന നീ എങ്ങനെയാ ഒരു തണുപ്പ് ഇപ്പോ ചോദിക്കുന്നത്? முடியாது, வாய்ப்பில்ல. അതിന് സാധ്യതയില്ല. പ്രിയമാനവர்களே, നാം ഭയന്നിരുப்போம். പ്രിയമുള്ളവരെ, നമുക്ക് ഒരു ആരോഗ്യകരമായ ഭയം നമുക്കുണ്ടാവട്ടെ. ഇത് റിച്ച് മേനെ കുറിച്ച കാര്യം. ഇത് ധനവാനെ കുറിച്ചുള്ള കാര്യം. നമ്മളുടെ നാവില ഹെൽ ഫയർ இருக்கா அல்லது ഹെവൻലി ഫയർ இருக்கா? നമ്മുടെ നാവിൽ ഈ നരകത്തിന്റെ തീയാണോ ഉള്ളത്, അതോ സ്വർഗീയ അഗ്നിയാണോ നമ്മുടെ നാവിലുള്ളത്? ഒരു ചില വേഴ്സസ് ഞാൻ കാണിക്കാൻ വിരുമ്പുகிறேன். ഞാൻ ചില വാക്യങ്ങൾ നിങ്ങളെ കാണിക്കട്ടെ. ജസ്റ്റ് ചെക്ക് ലിസ്റ്റ്. ഇത് ഒരു നമ്മെ തന്നെ പരിശോധിക്കുവാനുള്ള ഒരു ലിസ്റ്റ് ആണ്. യെസ്, யாருடைய நாவல் எல்லாம் என்ன வார்த்தை இருக்கு அப்படின்னா ஃபுல் அப்படின்னு சொன்னா ஹெல் ஃபயர் இருக்குன்னு அர்த்தம். നിങ്ങളുടെ ആരുടെയൊക്കെ നാവിൽ മൂഢ വിവരം കെട്ട എന്നുള്ള വാക്കുകൾ പറയുന്നവനാണെങ്കിൽ നിന്റെ നാവിൽ നരകത്തിന്റെ തീയാണുള്ളത്. തன்னுடைய மனைவியை இப்படி அபியூசிவ் வேர்ட்ஸ் சொல்லுகிறவருடைய நாவுல ஹெல் ஃபயர் இருக்கு. നിങ്ങളുടെ ഭാര്യയെ നിങ്ങൾ ഇപ്രകാരമുള്ള വാക്കുകൾ കൊണ്ട് പറയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ നാവിൽ നരകത്തിന്റെ തീയാണ്. நம்முடைய ஒர்க் பிளேஸ்ல வாயின் வார்த்தைகள்ல இப்படிப்பட்ட வார்த்தைகள் அபியூசிவ் வேர்ட்ஸ் இருக்குமானால் ஹெல் ஃபயர் இருக்கு. ആ രീതിയിൽ മറ്റുള്ളവരെ ദുഷിക്കുന്ന വാക്കുകൾ നിങ്ങളുടെ ജോലി സ്ഥലത്ത് നിങ്ങൾ പറയുന്നുവെങ്കിൽ നിങ്ങളുടെ വായിൽ നരകത്തിന്റെ തീയാണുള്ളത്. നാം 2 verses நான் காண்பிக்க விரும்புகிறேன். 2 വാക്യങ്ങൾ ഞാൻ കാണിക്കാം. Proverbs chapter 16. സദൃശവാക്യങ്ങൾ 16-ാം അധ്യായം. ഇതെല്ലാം ചെക്ക് ലിസ്റ്റ്. ഇതെല്ലാം ഒരു നമ്മെ സ്വയ പരിശോധനയ്ക്കുള്ള പട്ടികയാണ്. Proverbs chapter 16. സദൃശവാക്യങ്ങൾ 16-ാം അധ്യായം verse 27 and 28. 27ഉം 28ഉം വാക്യങ്ങൾ. നിസ്സാര മനുഷ്യൻ പാതകം എന്ന കുഴി കുഴിക്കുന്നു, അവന്റെ അധരങ്ങളിൽ കത്തുന്ന തീയുണ്ട്. വക്രതയുള്ള മനുഷ്യൻ വഴക്ക് ഉണ്ടാക്കുന്നു, ഏഷണിക്കാരൻ മിത്രങ്ങളെ ഭേദിപ്പിക്കുന്നു. അതിൽ നാം എത്ര ടൈപ്പ് ഓഫ് പീപ്പിൾ പാക്കറം പറഞ്ഞു. അവിടെ എത്ര തരത്തിലുള്ള ആളുകളെയാണ് നാം അവിടെ കാണുന്നത്. ബേലിയാലിൻ മകൻ, മാറുപാട് ഉള്ളവൻ, കോൾ சொல்லுகிறவன், இப்படி எல்லாம் பார்க்கிறோம். നിസ്സാര മനുഷ്യൻ, വക്രതയുള്ള മനുഷ്യൻ, വഴക്കുണ്ടാക്കുന്നവൻ, ഏഷണിക്കാരൻ, മിത്രങ്ങളെ ഭേദിപ്പിക്കുന്നവൻ, അങ്ങനെ പല കാര്യങ്ങൾ നാം അവിടെ വായിക്കുന്നു. ഇവരുടെ നാവിൽ എന്നാ இருக்கு அப்படின்னா எரிகிற அக்கினி, நரக அக்கினி அவருடைய உதடுகளில் உண்டு. ഇവരുടെ അധരങ്ങളിൽ, അവരുടെ നാവുകളിൽ കത്തുന്ന തീ ഉണ്ട് എന്ന് 27-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. യെസ്, யாரெல்லாம் சண்டை குவாரல் பண்றது, சண்டை பண்றது, ഈ വഴക്കുണ്ടാക്കുന്ന ആളുകളുടെ നാവിൽ ഈ നരകത്തിന്റെ ഈ കത്തുന്ന തീയാണുള്ളത്. കുടുംബത്തിലെ അത് മனைவியா இருக்கட்டும் அல்லது புருஷனா இருக்கட்டும், இன்லாவா இருக்கட்டும், டாட்டர் இன்லா ஆகட்டும், மதர் இன்லாவா இருக்கட்டும், ഒരു വീട്ടിൽ ഭർത്താവായിരിക്കട്ടെ, ഭാര്യയാകട്ടെ, അമ്മായിയമ്മയാവട്ടെ, മരുമകളാവട്ടെ, അവർക്കിടയിൽ ഈ തരത്തിലുള്ള വഴക്കുണ്ടാക്കുന്ന ഒരു നാവാണുള്ളതെങ്കിൽ അവരുടെ നാവിലെല്ലാം എന്നാ இருக்கு அப்படின்னா எரிகிற அக்கினி இருக்கு. അവരുടെ നാവിലൊക്കെ കത്തുന്ന തീയാണുള്ളത്, നരക അക്കിനി இருக்கு, നരകത്തിന്റെ തീയാണുള്ളത്. யாரெல்லாம் ஸ்லாண்டரர்ஸ், ഗോസിപ്പേഴ്സ് എല്ലാം അവരുടെ നാവിലെല്ലാം എന്നാ இருக்கு அப்படின்னா നരക അക്കിനി இருக்கு. ഏഷണിക്കാരായിരിക്കുന്ന ആളുകളുടെ നാവിൽ ഈ നരകത്തിന്റെ തീയാണുള്ളത്. നാം ഭയപ്പെടണം, നമുക്ക് ഒരു പേടി ഉണ്ടാവണം.
பிரியமானவர்களே, இப்படிதான் நாம் என்ன செஞ்சிருக்கோம், நம்மையே டிஃபைல் பண்ணிக்கிட்டு இந்த நரக அக்கினியினால் அடுத்தவர்களையும் நாம் கொளுத்தி விட்டுட்டு இருந்திருக்கோம். ഏഷണിയിലൂടെ നാം നമ്മെ തന്നെ മലിനപ്പെടുത്തുക മാത്രമല്ല, നാം അടുത്ത വ്യക്തിയേക്കും കൂടെ നരകത്തിന്റെ തീ കൊടുക്കുകയാണ്. Proverbs 26 സദൃശവാക്യങ്ങൾ 26-ാമത്തെ വാക്യം നോക്കുക. 26-ാമത്തെ അധ്യായം verse 18ல വാസിக்கிறோம். അവിടെ 18-ാമത്തെ വാക്യം 18, 19. 18ഉം 19ഉം. ആ. കൂട്ടുകാരനെ വഞ്ചിച്ചിട്ട് അത് കളി എന്ന് പറയുന്ന മനുഷ്യൻ തീക്കൊള്ളികളും അമ്പുകളും മരണവും എറിയുന്ന ഭ്രാന്തനെ പോലെയാകുന്നു. எப்படி வாசிக்கிறோம், திரும்ப வாசிப்போம். വീണ്ടും ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. കൂട്ടുകാരനെ വഞ്ചിച്ചിട്ട് അത് കളി എന്ന് പറയുന്ന മനുഷ്യൻ തീക്കൊള്ളികളും അമ്പുകളും മരണവും എറിയുന്ന ഭ്രാന്തനെ പോലെയാകും. சரியான ഒരു പൈത്യകാരൻ. ഒരു ഭ്രാന്തനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. മാഡ് വുമൻ, മാഡ് മെൻ. ഒരു ഭ്രാന്തനായ പുരുഷൻ, ഭ്രാന്തനായ മനുഷ്യൻ, ഭ്രാന്തനായ സ്ത്രീ. அவங்க எப்படின்னா சும்மா ஜோவியலாவே சிலர்லாம் என்ன செஞ்சிருவாங்க அப்படின்னா, என்ன கவனிக்கிறீங்களா, சும்மா ஜோக்காவே நல்ல சொரு வருது நல்ல. ചില ആളുകൾ ഇങ്ങനെയാണ്, അവർ വളരെ തമാശ രൂപേണ നല്ല ഒരു അടിവയറ്റിന് കൊടുക്കും. നൈസാ, ரொம்ப പക്വமா അഴകാ பேசுற மாதிரி பேசி കുത്തിയിടുന്നത്. വളരെ നല്ല സ്നേഹത്തിൽ സംസാരിക്കുന്ന പോലെ സംസാരിക്കും, പക്ഷെ കുത്തു കൊള്ളുമ്പോഴേ അറിയൂ. പൈത്യകാരൻ. അവനൊരു ഭ്രാന്തനാണ്. പൈത്യകാരി. അവനൊരു വട്ടനാണ്. அவர்கிட்ட என்ன இருக்கு அப்படின்னா, ஃபயர் இருக்கான், டங்க்ல ஹெல் ஃபயர் இருக்கான். അവന്റെ നാവിൽ നരകത്തിന്റെ തീയാണുള്ളത്. வேதத்தில் எப்படி எல்லாம் சொல்லப்பட்டிருக்கு பாருங்க. വേദപുസ്തകത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് നോക്കുക. பிரியமானவர்களே, நம்மளிடத்தில் இந்த கடந்த நாட்களில் இந்த நரக அக்கினியினால் நம்மை நாம் டிஃபைல் பண்ணதும் അടുത്തവരെ ഡിഫൈൽ பண்ணதும் போதும். പ്രിയമുള്ളവരെ, കഴിഞ്ഞ കാലങ്ങളിൽ ഈ നരകത്തിന്റെ തീ കൊണ്ട് നമ്മെ തന്നെ നാം മലിനപ്പെടുത്തിയതും മറ്റുള്ള ആളുകളെ മലിനപ്പെടുത്തിയതും അത് മതി. போதும், അത് മതി. நான் விளையாட்டுக்கு செஞ்சேன்னு சொல்ல வேண்டாம். നിർത്തുക, ഞാൻ അത് കളിക്കാണ് ചെയ്തത് എന്ന് പറയാതിരിക്കുക. கோல் சொன்னது போதும். ആ രീതിയിൽ നിങ്ങൾ ഗോസിപ്പേഴ്സ്, സ്ലാൻഡറേഴ്സ് എല്ലാം പോതും. ആ രീതിയിൽ നിങ്ങൾ ഇപ്രകാരം ഏഷണി പറഞ്ഞതും വഞ്ചിച്ചതും ഒക്കെ നിർത്തുക, മതി. പുരുഷൻ മனைவி വാക്കുവാദം സண்டை ചെയ്തത് പോതും. നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാക്കിയത് മതി, അത് നിർത്തുക. വായിലെ മൂടനേங்கிற വാർത്തയെ பயன்படுத்தினதெல்லாம் പോതും. നിന്റെ വായിൽ വിവരം കെട്ടവനെ എന്ന് പറഞ്ഞ് പോഷനെ എന്ന് പറഞ്ഞതൊക്കെ നിർത്തുക. ഇതെല്ലാം എന്നാ அப்படின்னா, நம்முடைய இருதயத்தினுடைய அந்த கோபத்திலிருந்து வரக்கூடியதான மதீனமான வார்த்தைகள் இந்த நாவல. നമ്മുടെ നാവിൽ നമ്മുടെ കോപത്തിൽ നിന്ന് പൊങ്ങി വരുന്ന വാക്കുകളാണ് ഇവയൊക്കെ. ഇപ്പൊ இந்த டங் നാം என்ன செய்யணும், ഇപ്പൊ നാവ് என்ன செய்யணும், നാം ഈ നാവിനെ നാം എന്താണ് ചെയ്യേണ്ടത്? നാം ആൾട്ടറിൽ വെക്കരുത്. ഈ നാവിനെ നാം യാഗപീഠത്തിൽ നാം വെക്കണം. ബലിപീഠത്തിൽ നമ്മുടെ ടങ് വെക്കണം. അതിൽ ഒരു സാക്രിഫൈസ് ഇരിക്കണം. നമുക്ക് ആ രീതിയിൽ നമ്മുടെ നാവിനെ ഈ ഒരു ബലിപീഠത്തിലേക്ക്, യാഗപീഠത്തിലേക്ക് വെക്കുമ്പോഴാണ് അവിടെ ഒരു യാഗം ഉള്ളത്, ഒരു സമർപ്പണമുള്ളത്. ഓക്കെ, இப்பதான் നമ്മുടെ കോൺഫറൻസിനുடைய തീമുക്ക് നാം വരുவோம். ഇപ്പോൾ നമുക്ക് നമ്മുടെ ഈ കോൺഫറൻസിന്റെ തീമിലേക്ക് നമുക്ക് വരാം, നമുക്ക് ചിന്തിക്കാം. We should always look into Jesus. നാം എപ്പോഴും യേശുവിനെ നാം നോക്കണം. ജീസസ് കുറിച്ച് ഒരു 5 വേഴ്സസ് உங்களுக்கு நான் காண்பிக்கிறேன். യേശുവിനെ കുറിച്ച് ഞാൻ 5 വാക്യങ്ങൾ നിങ്ങളെ കാണിക്കാം. ഇരുദയത്തിലെ എപ്പോഴെല്ലാം whenever we are being tempted means that Holy Spirit should remind all these verses. എപ്പോഴൊക്കെ നാം പരീക്ഷിക്കപ്പെടുന്നു ആ സമയത്തൊക്കെ പരിശുദ്ധാത്മാവ് നമ്മെ ഈ വാക്യങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ. உங்களுடைய இருதயத்திலே இவைகள் ஒண்ணின் மேல ஒண்ணு இருந்தா நல்லா இருக்கும். നിങ്ങളുടെ ഹൃദയത്തിൽ ഈ വാക്യങ്ങൾ ഒന്നിനു മീതെ ഒന്നായി അടുക്കി നിങ്ങൾ വെക്കുക. ഇങ്ങല്ല, നിങ്ങളുടെ തലയിലല്ല, നമ്മുടെ ഹാർട്ടിലെ, നമ്മുടെ ഹൃദയത്തിൽ. ജീസസ് എവിടെ തന്നുടെ നാവ്, അവരുടെ നാവില് ഹെവൻലി ഫയർ ഇരുന്നത്. യേശുവിന്റെ നാവിൽ എങ്ങനെയായിരുന്നു സ്വർഗീയ അഗ്നി ഉണ്ടായിരുന്നത്? அதற்கு முன்னதாக ஒரு வேர்ஸ் நான் காண்பிக்க விரும்புகிறேன். അതിനു മുമ്പായി ഞാൻ ഒരു വാക്യം നിങ്ങളെ കാണിക്കാം. 2 Corinthians chapter 4. 2 കൊരിന്ത്യർ 4-ാം അധ്യായം. எப்படி ലൈഫ് ഓഫ് ജീസസ് எப்படி മാനിഫെസ്റ്റ് ആവും, യേശുവിന്റെ ജീവൻ എങ്ങനെയാണ് വെളിപ്പെടുന്നത് എന്ന് അവിടെ വായിക്കുന്നു. இப்படிதான் லைஃப் ஆஃப் ஜீசஸ் நம்மளுடைய வாழ்க்கையில മാനിഫെസ്റ്റ് ആക முடியும். യേശുവിന്റെ ജീവൻ നമ്മിൽ വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്. വേഴ്സ് 10, 11, 12 അത്ഭുതமான വണ്ടർഫുൾ വേഴ്സസ്. 2 കൊരിന്ത്യർ 4, 10, 11, 12 വാക്യങ്ങൾ. യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിന്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. ഞങ്ങളുടെ മർത്യ ശരീരത്തിൽ യേശുവിന്റെ ജീവൻ വെളിപ്പെടേണ്ടതിന് ജീവിച്ചിരിക്കുന്ന ഞങ്ങൾ എല്ലായ്പ്പോഴും യേശു നിമിത്തം മരണത്തിൽ ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും വ്യാപരിക്കുന്നു. ഓക്കെ, നാം ഇതിൽ വേഴ്സ് 10 വാസിக்கிறோம்.
இயேசுனுடைய ஜீவன், கர்த்தராகிய இயேசுனுடைய ஜீவன், the life of Jesus என்னுடைய சரீரத்துல அப்படின்னா இப்ப நாம் பார்க்கிறோம் നമ്മളുടെ നാവിൽ. അപ്പോ യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ എന്ന് പറയുമ്പോൾ നമുക്ക് അത് കുറച്ചും കൂടെ സ്പെസിഫിക് ആയിട്ട് യേശുവിന്റെ ജീവൻ എന്റെ നാവിൽ എന്ന് പറയാം. നാവിൽ വിളങ്ങുമ്പടി, യേശുവിന്റെ ജീവൻ എന്റെ നാവിൽ വിളങ്ങേണ്ടതിന്, യേശുവിന്റെ ജീവൻ എൻ കണ്ണുകളിൽ വിളങ്ങുമ്പടി, യേശുവിന്റെ ജീവൻ എന്റെ കണ്ണുകളിൽ അത് വെളിപ്പെടേണ്ടതിന്, യേശുവിന്റെ ജീവൻ എന്നുடைய ലൈഫിൽ വിളങ്ങുമ്പടി, യേശുവിന്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് ഞാൻ എന്നെ ചെയ്യണു? ഓൾവേസ് ഞാൻ എപ്പോഴും ഞാൻ എന്താണ് ചെയ്യേണ്ടത്? യേശുവിൻ മരണത്തെ എൻ ശരീരത്തിൽ സുമക്കണം. യേശുവിന്റെ മരണം എന്റെ ശരീരത്തിൽ എപ്പോഴും ഞാൻ വഹിക്കണം. ഡൈയിങ് ഓഫ് ജീസസ്, യേശുവിന്റെ മരണം. அதாவது இந்த கிறிஸ்துவ உலகத்துக்கு ஈவன் 95% ஆஃப் தி கிறிஸ்டியன்ஸ்க்கு என்ன தெரியும் அப்படின்னா கல்வாரி ക്രൂസിഫിക്കേഷൻ தான் தெரியும். യേശുവിന്റെ മരണം എന്ന് പറയുമ്പോൾ 95% കൂടുതൽ ക്രിസ്ത്യാനികൾക്കും കാൽവറി ക്രൂശിൽ ഉണ്ടായ യേശുവിന്റെ മരണത്തെ കുറിച്ച് മാത്രമാണ് അറിയാവുന്നത്. കൽവാരി ഡെത്ത് தான் தெரியும். അവർക്ക് കാൽവറി ക്രൂശിലെ മരണം മാത്രമാണ് അറിയാവുന്നത്. കൽവാരി ക്രോസ്, കൽവാരി ഡെത്ത് தான் தெரியும். കാൽവറി കുരിശ്, കാൽവറിയിലെ മരണം, അത് മാത്രമാണ് അവർക്ക് അറിയാവുന്നത്. ஆனால் மோஸ்ட் ஆஃப் தி கிறிஸ்டியன்ஸ்க்கு என்ன தெரியாது அப்படின்னா ஜீசஸ் தன்னுடைய அவருடைய சைல்ட்ஹுட்ல இருந்து அவருடைய டெத் வரைக்கும் அவர் ஒரு டெத்தை சுமந்தார். தட் இஸ் டையிங் ஆஃப் ஜீசஸ். യേശു തന്റെ ചെറുപ്പ കാലം മുതൽ തന്റെ ക്രൂശിലെ മരണം വരെ അതിനു മുമ്പായിട്ട് താൻ ഒരു മരണം തന്റെ അകത്ത് താൻ വഹിച്ചിരുന്നു എന്നുള്ളത് പലർക്കും അറിയില്ല. കൽവാരി ഡെത്തിനാല നമുക്ക് forgiveness of sins. കാൽവറി ക്രൂശിലെ മരണത്തിലൂടെ നമുക്ക് പാപക്ഷമ ലഭിച്ചു. കാലയിലെ ബ്രദർ അതെല്ലാം വിളക്കമാ சொன்னாங்க. രാവിലെ ജോജി ബ്രദർ അത് വളരെ വ്യക്തമായിട്ട് സംസാരിച്ചല്ലോ. കൽവാരി ക്രോസ്നാല, കൽവാരിയുടെ ഡെത്തിനാല നമുക്ക് ജീവിതത്തിലൂടെ നമുക്ക് പാപക്ഷമ ലഭിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. എന്നാൽ dying of Jesus அப்படிங்கிறது daily I have to bear his dying. എന്നാൽ യേശുവിന്റെ മരണം ഓരോ നാളും ഞാൻ എന്റെ ശരീരത്തിൽ ഞാൻ വഹിക്കുമ്പോൾ அப்பதான் நான் இயேசுனுடைய ஜீவன்ல நான் பங்கடைய முடியும். അങ്ങനെ മാത്രമാണ് എനിക്ക് യേശുവിന്റെ ജീവനിൽ പങ്കാളിയാകുവാനായിട്ട് കഴിയും. ஒரு டையிங் இல்லாம அதுல நான் பார்ட்டிக் பண்ண முடியாது. മരണമില്ലാതെ എനിക്ക് ജീവനിലേക്ക് വരുവാനായിട്ട് കഴിയുകയില്ല. அப்ப இயேசுவின் மரணம் அப்படினா അപ്പോൾ യേശുവിന്റെ മരണം എന്ന് പറയുന്നത് എന്താണ്? அதான் அந்த 5 verses நான் உங்களுக்கு காண்பிக்கிறேன். ഞാൻ 5 വാക്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം. ഓക്കേ, നമ്പർ 1 ഒന്നാം നാം ക്വിക്കാ ഒരു 5 verses കാണിപ്പിக்கிறேன் ഞാൻ. പെട്ടെന്ന് ഞാൻ 5 വാക്യങ്ങൾ നിങ്ങളെ കാണിക്കാം. ഫസ്റ്റ് പീറ്റർ ചാപ്റ്റർ 2, 1 പത്രോസ് 2-ാം അധ്യായം വേഴ്സ് 23. 1 പത്രോസ് 2-ാം അധ്യായം 23-ാമത്തെ വാക്യം. ഫസ്റ്റ് പാർട്ട് மட்டும் വെച്ചുകോ. അതിന്റെ ആദ്യത്തെ ഭാഗം മാത്രം ഞാൻ എടുക്കട്ടെ. അവർ വയ്യപ്പെടും പൊഴുത് ബദൽ വയ്യാമൽ, തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ. ഓക്കെ, ഒന്ന് വെച്ചുകോ. ഒരു വേഴ്സ് ഹൃദയത്തിൽ ഇരിക്കട്ടെ. ഇത് നമ്മുടെ ഹൃദയത്തിൽ ഇരിക്കേണ്ട ഒരു കാര്യം. ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെ. ഞാൻ വയ്യപ്പെടുമ്പോൾ നമ്മെ ആരെങ്കിലും ശകാരിക്കുന്നു, നെക്സ്റ്റ് യെശയ്യാ 53, അതിന് പകരം ശകാരിക്കാതെ ഇരിക്കുന്നു. യെശയ്യാ ചാപ്റ്റർ 53. 2 യെശയ്യാവ് 53-ാമത്തെ അധ്യായം വേഴ്സ് 7, 7-ാമത്തെ വാക്യം. തന്നെത്താൻ താഴ്ത്തി വായെ തുറക്കാതെ ഇരുന്നിട്ടും അവൻ പീഡിപ്പിക്കപ്പെട്ടു. കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതെ ഇരിക്കുന്ന ആടിനെ പോലെയും അവൻ വായെ തുറക്കാതെ ഇരുന്നു. ഓക്കെ, മയിർ കത്തിരിക്കുന്നവനുക്ക് മുൻപ്, മയിർ കത്തിരിക്കപ്പെടും പൊഴുത്, രോമം കത്തിരിക്കപ്പെടുമ്പോൾ അത് എന്നാ രോമം? അതെന്താണ്? என்னுடைய ഡിഗ്നിറ്റി, என்னுடைய നെയിം, ഫെയിം, என்னுடைய ഡിഗ്നിറ്റി, എന്റെ പേര്, എന്റെ മാന്യത, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കത്തിരിക്കപ്പെടുമ്പോൾ, എടുത്തു കളയപ്പെടുമ്പോൾ. നമ്മൾ ഒന്ന് വായിച്ചോ, നാം വയ്യപ്പെടുമ്പോൾ. ഒന്നാമത് നാം വായിച്ചത് നമ്മെ മറ്റുള്ളവർ ശകാരിക്കപ്പെടുമ്പോൾ. യെശയ്യാ 53 വാസിക്കണം. യെശയ്യാ 53-ാം അധ്യായത്തിൽ വായിക്കുന്നു, നാം മയിർ കത്തിരിക്കപ്പെടും പൊഴുത്, നമ്മുടെ മാന്യതയും ആകുന്ന ആ പുറം രോമത്തെ കത്തിരിച്ചു കളയുമ്പോൾ. ഓക്കെ, മാത്യു 27, മത്തായി 27-ാം അധ്യായം. മാത്യു 27, മത്തായി 27-ാം അധ്യായം വേഴ്സ് 12 എന്ന് വാസിക്കണം. 12-ാം വാക്യത്തിൽ നിന്ന് വായിക്കുന്നു, മഹാപുരോഹിതന്മാരും മൂപ്പന്മാരും കുറ്റം ചുമത്തുകയിൽ അവൻ ഒന്നും ഉത്തരം പറഞ്ഞില്ല. പീലാത്തോസ് അവനോട്, ഇവർ നിന്റെ നേരെ എന്തെല്ലാം സാക്ഷ്യം പറയുന്നു എന്ന് നീ കേൾക്കുന്നില്ലയോ എന്ന് ചോദിച്ചു. അവൻ ഒരു വാക്കിനും ഉത്തരം പറയായികയാൽ നാടുവാഴി അത്യന്തം ആശ്ചര്യപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്.
ദൈവത്തിന് സ്തോത്രം. இந்த இடத்துல என்ன வாசிக்கிறோம்? பொய்யாய் குற்றம் சாட்டும் பொழுது ഇവിടെ എന്താണ് നാം വായിക്കുന്നത്, കാണുന്നത്? യേശുവിനെ അവര് കള്ളസാക്ഷ്യം, അവനെതിരെ കള്ളസാക്ഷ്യം പറയുകയാണ്. വീണ്ടും വീണ്ടും ഈ കാര്യം ഞാൻ ആവർത്തിക്കട്ടെ. வையப்படும் போது, ശകാരിക്കപ്പെടുമ്പോൾ, மயிர் கத்திரிக்கப்படும் போது, രോമം കത്തിരിക്കപ്പെടുമ്പോൾ, பொய்யாய் குற்றம் சாட்டப்படும் பொழுது, നമ്മെ കള്ളസാക്ഷ്യം പറയുകയും നമ്മെ കുറ്റപ്പെടുത്തുകയും ചെയ്യുമ്പോൾ, இன்னைக்கெல்லாம் வந்து நான் சமீபமாய் ஒரு 2 பேரை நான் மீட் பண்ணிட்டேன். ஒரு within a few days I have crossed 2 brothers. ഞാൻ ഈ അടുത്തിടെ 2 സഹോദരന്മാരെ ഞാൻ അവരെ സന്ധിക്കുകയുണ്ടായി. Very righteous person in their work spot. അവരുടെ ജോലി സ്ഥലത്ത് വളരെ കൃത്യമായിട്ട് ജോലി ചെയ്യുന്ന ഒരു നീതിമാനായ വ്യക്തി. அதனால பார்த்தாங்க, அவங்களுக்கு கூட இருக்கிறதான people என்ன பண்ணிட்டாங்கன்னா sexual harassment அப்படின்ட்டு. അപ്പോൾ അതിന് എങ്ങനെയെങ്കിലും ഇവനെ കൊടുക്കാനായിട്ട് കൂടെയുള്ള ആളുകൾ ഇവനെ ഒരു ലൈംഗികമായിട്ടുള്ള ഒരു ഹരാസ്മെന്റ് കൊടുത്തു. ഇവരുടെ ബിഹേവിയർ சரியில்லை, ഇവന്റെ പെരുമാറ്റം ശരിയല്ല എന്നുള്ള ഒരു കള്ള ആരോപണം. എന്നെ പോകുമ്പൊഴുത് എന്നെ இப்படி இடிச்சிட்டு போயிட்டாரு, என்ன இடிச்சிட்டாரு, എന്നെ പോകുന്ന സമയത്ത് എന്നെ ഇങ്ങനെ ഇടിച്ചു എന്നുള്ള ഒരു പരാതി. such a righteous man, such a god fearing brother. അദ്ദേഹം ഒരു നീതിയുള്ള ദൈവഭയമുള്ള ഒരു വ്യക്തിയാണ്. yes, but straight forward. എന്നാൽ വളരെ കൃത്യതയുള്ള ഒരു വ്യക്തിയാണ്. ഇപ്പൊ இந்த നാட்கள் എല്ലാം ഇത് ടാക്ടിക്സ് பயன்படுத்துறாங்க. ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ആളുകൾ ആ രീതിയിൽ തെറ്റായി ഉപയോഗിക്കും. in order to take vengeance, അവർക്കെതിരെ ആ രീതിയിൽ വെഞ്ചൻസ് அல்லது എടുക്കാനായിട്ട്, அல்லது போஸ்ட்ல இருந்து தூக்கணும், டிரான்ஸ்ஃபர் பண்ணிடணும், ஏதாவது ஒரு இடத்துல டிரான்ஸ்ஃபர் போட்டுறணும், അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് അവരെ ട്രാൻസ്ഫർ ചെയ്ത് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം. இப்படிப்பட்ட சூழ்நிலைகள் எல்லாம் நம்ம என்ன செய்வோம்? ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ എന്താണ് ചെയ്യുക? പൊയ്യായി കുറ്റം സാട്ടും പൊഴുത്, തെറ്റായി ഇങ്ങനെയുള്ള കള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ, മയിർ കത്തിരിക്കപ്പെടും പൊഴുത്, രോമം കത്തിരിക്കപ്പെടുമ്പോൾ, വയ്യപ്പെടും പൊഴുത്, തെറ്റായി ആളുകൾ നമ്മളെ ശകാരിക്കുമ്പോൾ, yes, we have to look into Jesus. ആ സമയത്ത് നമുക്ക് യേശുവിനെ നോക്കണം. അവർ നമ്മളുടെ forerunner. യേശു നമുക്ക് മുന്നോടിയാണ്. നാം ഇന്നത്തെ മാത്യു 11 വാസിக்கிறோം. നാം ഇവിടെ മത്തായി 11 അധ്യായത്തിൽ വായിക്കുന്നു. മാത്യു 11, മത്തായി 11 അധ്യായം verse 19. 19 വാക്യം. മനുഷ്യപുത്രൻ തിന്നും കുടിച്ചും കൊണ്ടുവന്നു, കുടിയനുമായ മനുഷ്യൻ ശുങ്കക്കാരുടെയും പാപികളുടെയും സ്നേഹിതൻ എന്ന് അവർ പറയുന്നു. അവരുടെ പേര് ഭോജനപ്രിയൻ, മധുപാനപ്രിയൻ. യേശുവിനെ കുറിച്ച് പറയുകയാണ്, അവൻ തിന്നിയാണ്, അവൻ കുടിയനാണ്. He was misunderstood wrongly. വളരെ തെറ്റായ രീതിയിൽ യേശുവിനെ തെറ്റായ ആരോപണങ്ങൾ തെറ്റിദ്ധരിക്കപ്പെടുന്നു. അന്തരംഗത്തിൽ 40 days ഫാസ്റ്റിംഗ് ഇരുപ്പാൻ, രഹസ്യമായിട്ട് 40 ദിവസം ഉപവാസത്തിൽ ഇരിക്കുന്ന ആളാണ്. ജീസസ് ഫാസ്റ്റിംഗ്ல 40 days இருப்பார், யாருக்குமே தெரியாது. 40 ദിവസം ഉപവസിക്കും, ആർക്കും അറിയത്തില്ല. ஆனால் வெளியில பப்ளிக்ல சாப்பிட்டுப்பார், വെളിയില് ആളുകളുടെ മുമ്പിൽ ഭക്ഷണം കഴിക്കും. ഇപ്പൊ അവർ எப்படி சொல்றாங்க அப்படின்னா ഭോജനപ്രിയൻ சொல்றாங்க. ഇപ്പൊ യേശുവിനെ കുറിച്ച് പറയുന്നു, യേശു ഒരു തീറ്റിപ്രിയനാണ്. മധുപാനപ്രിയൻ சொல்றாங்க. യേശു ഒരു കുടിയനാണ്. சரி, இப்படி எல்லாம் நான் வேர்சஸ் எல்லாம் நான் பாக்குறேன் அப்படின்பா. ഇങ്ങനെയുള്ള വേഴ്സസ് അവരെ കുറിച്ച കാര്യങ്ങൾ എല്ലാം നാം ബൈബിളിൽ പാக்குறோம். നാം യേശുവിനെ കുറിച്ചുള്ള ഇങ്ങനെയുള്ള വാക്യങ്ങളൊക്കെ വേദപുസ്തകത്തിൽ നിന്ന് നാം കാണുന്നു. ഈവൻ அவர் ஒருபோது ஜீசஸ் என்ன செய்ய மாட்டார், ஒன் ഗ്ലോറി, ജീസസിനോട് ഒരു ഗ്ലോറി என்னன்னா he won't justify. യേശു ക്രിസ്തുവിന്റെ മഹത്വം ഇതായിരുന്നു. യേശു ക്രിസ്തുവിന്റെ ഒരു മഹത്വം, യേശു ഒരിക്കലും തന്നെ ന്യായീകരിക്കുകയില്ല. ഓക്കെ, പൊയ്യായി കുറ്റം സാട്ടും പൊഴുതും ജസ്റ്റിഫൈ பண்ண മാட்டார். തന്നെ കുറിച്ച് തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ യേശു ക്രിസ്തു അവിടെ തന്നെ ന്യായീകരിക്കുകയില്ല. അവരെ പിശാച് പിടിച്ചവൻ சொன்னாலும் ജസ്റ്റിഫൈ பண்ண മാட்டார். തന്നെ പിശാച് ബാധിച്ചവൻ എന്ന് പറഞ്ഞാലും അതിനെ ന്യായീകരിക്കുകയില്ല. അവർ ഭോജന പ്രിയൻ சொன்னாலும் ജസ്റ്റിഫൈ பண்ண മാட்டார். തിന്നിയാണ് എന്ന് പറഞ്ഞാലും അതിനെ ന്യായീകരിക്കുകയില്ല. നീ എന്നാ വേണാലും നിனைச்சுக்கமே, നീ എന്ത് വേണമെങ്കിലും ചിന്തിച്ചോ. ഓക്കെ, എന്നെ വിൻഡിക്കേറ്റ് പண்றவர் എൻ പിതാ, കാരണം എന്നെ നീതീകരിക്കുന്നവൻ എന്റെ പിതാവാണ്. ഞാൻ എന്നെ ജസ്റ്റിഫൈ பண்ண போறது கிடையாது, ഞാൻ എന്നെ തന്നെ ന്യായീകരിക്കുകയില്ല. இந்த டைம் தான் என்ன செய்யறது அப்படின்னா, டையிங் ஆஃப் ஜீசஸ் அப்படின்னா பதிலுக்கு பதில் பேசுகிறதான அந்த காரியங்களை ஜஸ்டிஃபை பண்றத அந்த ബലിപീഠത്തിൽ വെച്ചിരുന്നു. യേശുവിന്റെ മരണം എന്നാൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് പകരത്തിന് പകരം പറയുവാനായിട്ട് നമ്മുടെ ഉള്ളിൽ നിന്ന് പൊങ്ങി വരുമ്പോൾ, അതിനെ ന്യായീകരിക്കാനുള്ള ചിന്ത ഉള്ളിൽ നിന്ന് ഉയർന്നു വരുമ്പോൾ, ആ ശക്തിയെ അതിനെ മരണത്തിന് ഏൽപ്പിക്കുക, ബലിപീഠത്തിലേക്ക് ഏൽപ്പിക്കുക എന്നതാണ് യേശുവിന്റെ മരണം എന്ന് പറയുന്നത്. அந்த மரணத்தை நாம் சுமக்கணும்.
ആ മരണത്തെയാണ് നാം വഹിക്കേണ്ടത്. யார் என்ன செஞ்சாலும் சரி, வையப்படும் பொழுதோ, மயிர் கத்திரிக்கப்படும் பொழுதோ, பொய்யாய் குற்றச்சாட்டப்படும் பொழுதும் தன்னை ஒருபோதும் என்ன செய்யல அப்படின்னா, பதில் வையல, வாயை திறக்கலன்னு வாசிக்கிறோம். பதில் வையல, வாயை திறக்கல, தன்னை மாறுத்திரம் பேசல. அப்ப என்ன செஞ்சார் அப்படின்னா, தன்னை பலிபீடத்துல வச்சுட்டார். அங்க ஒரு டையிங் நடந்தது. that dying is called dying of Jesus. ആ രീതിയിൽ യേശുക്രിസ്തുവിനെ ശകാരിച്ചപ്പോഴും യേശുക്രിസ്തുവിനെ അവര് കള്ളമായ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോഴും ആ സമയത്തൊക്കെ അവിടെ ഒരു മറുപടിയും പറയാതെ, അവിടെ വായ തുറക്കാതെ, തന്നെ ന്യായീകരിക്കാതെ അവിടെ ആ ഒരു മരണം വഹിച്ച ആ യേശുവിന്റെ മരണം നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലേക്ക് നാം കൊണ്ടുവരുമ്പോഴാണ് അതാണ് യേശുവിന്റെ മരണം നാം വഹിക്കുക എന്ന് പറയുന്നത്. அவருடைய சரீரத்தில் ஒரு டையிங் இருந்துகிட்டே இருந்தது. യേശുവിന്റെ ശരീരത്തിൽ തുടർമാനമായിട്ട് ഒരു മരണം ഉണ്ടായിരുന്നു. அப்ப பரத்திலிருந்து ஒரு அக்கினினால் அவர் என்ன செய்யப்பட்டார்? நிரப்பப்பட்டார். അങ്ങനെ ആ മരണം യേശു വഹിച്ചപ്പോൾ തുടർമാനമായിട്ട് ഒരു സ്വർഗീയ അഗ്നി യേശുവിന്റെ മേൽ ഇറങ്ങിക്കൊണ്ടേയിരുന്നു. அந்த நாவிலிருந்து வந்ததுதான் கிரேஷியஸான வேர்ட்ஸ் இருந்தது. യേശുവിന്റെ നാവിൽ നിന്ന് വന്ന വാക്കുകൾ അവരുടെ ലാവണ്യ വാക്കുകളാണ്, കൃപയുള്ള വാക്കുകളാണ് എന്ന് നാം വായിക്കുന്നു. சமயத்துக்கு ஏற்ற வார்த்தை சொல்லும்படிக்கு கல்விமானின் காலையில நான் வாசிச்சது போல அந்த டிசைபிள் டங் குறித்து அவர்கிட்ட ஜீசஸ் இருந்துச்சு. ഓരോ സമയത്തും തക്ക ഉത്തരം പറയേണ്ടതിന് ആ ഒരു ജ്ഞാനമുള്ള നാവിനെ യേശുവിന് ദൈവം കൊടുത്തു. உப்பால் சாரமேறின வார்த்தை கிரேஷியஸ் வேர்ட்ஸ் இருந்தது. അവൻ ഉപ്പിനാൽ രുചി വരുത്തപ്പെട്ട കൃപയുള്ള വാക്കുകൾ യേശുവിനുണ്ടായി. ஜீசஸ்னுடைய டங் ஒரு சூத்திங் டங்கா இருந்தது. മറ്റുള്ളവർക്ക് ആശ്വസിപ്പിക്കുന്ന ഒരു നാവായിരുന്നു യേശുവിന്റെ. அவருடைய வேர்ட்ஸ் எல்லாம் கூல் வேர்ட்ஸ், கிரேஷியஸ் வேர்ட்ஸா இருந்தது. തണുപ്പുണ്ടാക്കുന്ന കൃപയുള്ള വാക്കുകളായിരുന്നു യേശുവിന്റെ. பிரியமானவர்களே, எப்ப இதெல்லாம் நமக்கு சாத்தியம்? പ്രിയമുള്ളവരെ, എപ്പോഴാണ് ഇതൊക്കെ നമുക്ക് സാധ്യമാവുന്നത്? இந்த நாவை நாம் பலிபீடத்துல வச்சிடணும். ഈ നാവിനെ നാം ബലിപീഠത്തിൽ വെക്കുമ്പോഴാണ് ഇത് സാധ്യമാവുക. ஒரு டையிங் நம்மள்ட்ட ஒரு டையிங் நாம் இருக்கணும். நம்மளுடைய சரீரத்துல ஒரு டையிங் இருக்கணும். നമ്മുടെ ശരീരത്തിൽ ഈ ഒരു മരണം നാം വഹിക്കണം. சோதிக்கப்படுற நேரத்தில் நாம் பலிபீடத்துல வைக்கணும். നാം പരീക്ഷിക്കപ്പെടുന്ന സമയത്താണ് നാം യാഗപീഠത്തിൽ നമ്മുടെ നാവിനെ വെക്കേണ്ടത്. அப்ப பரத்திலிருந்து ஒரு அக்கினி வரும். ആ സമയത്ത് സ്വർഗീയ അഗ്നി നമ്മിൽ ഇറങ്ങും. அந்த வேர்ட்ஸ் வர்றதெல்லாம் நம்மளுடைய டங்க் என்னவா இருக்கும் அப்படின்னா, ஆரோக்கியமான உள்ள நாவா இருக்கும். അപ്പോൾ പുറത്തു വരുന്ന വാക്കുകൾ അത് ഒരു പ്രയോജനം ഉണ്ടാക്കുന്ന വാക്കുകൾ, ആരോഗ്യമുള്ള വാക്കുകളായിരിക്കും നമ്മുടെ വായിൽ നിന്ന്. நம்மளுடைய டங் கூல் டங்கா இருக்கும். നമ്മുടെ നാവ് അതൊരു തണുപ്പുള്ള നാവായിരിക്കും. ஹெல் ஃபயர் இருக்க கூடாது. അവിടെ നരകത്തിന്റെ തീ ഉണ്ടാവുകയില്ല. ஒரு கிரேஷியஸ் வேர்ட்ஸ் நம்மளுடைய வாயிலிருந்து வரணும். കൃപയുള്ള വാക്കുകൾ നമ്മുടെ വായിൽ നിന്ന് പുറത്തു വരണം. ஜனங்களை என்கரேஜ் பண்ற வேர்ட்ஸ் இருக்கணும். ആളുകളെ ഉത്സാഹിപ്പിക്കുന്ന വാക്കുകൾ. நம்மளுடைய ഇൻഫോർമലാ നാം മീറ്റ് பண்ணும்பொழுது വായിലിருந்து വர വാർത്തയിലെ എഡിഫൈങ് വേർഡ്സ് ആയിരിക്കണം. നാം സാധാരണ ആളുകളെ കാണുമ്പോഴും നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ അത് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്ന വാക്കുകളായിരിക്കണം. ഈവൻ 5 minutes നാം ചർച്ചിൽ ടെസ്റ്റിഫൈ பண்ணாலும் சரி, നാം സഭയിൽ 5 മിനിറ്റ് നാം സാക്ഷ്യം പറയുന്ന സമയത്താണെങ്കിൽ പോലും അതിൽ ഒരു ഫയർ இருக்கும். അതിൽ ഒരു തീ ഉണ്ടാവണം, ഒരു അഗ്നി ഉണ്ടാവണം. அந்த 5 minutesல அந்த ഫയർ எப்ப யாருக்கு இருக்கும்? ആ 5 മിനിറ്റിൽ ഒരു സ്വർഗീയ അഗ്നി നാവിൽ ഉണ്ടാകണമെങ്കിൽ അത് ആർക്കാണ് ഉണ്ടാവുക? മറ്റ നേരങ്ങളിൽ എല്ലാം നമ്മുടെ നാവ് ബലിപീഠത്തിൽ വെക്കുന്നവരുടെ നാവിലാണ് സ്വർഗീയ അഗ്നി ഇറങ്ങുക. ഇതിൽ ഒരു ഡൈയിങ് ഓഫ് ജീസസ് ഇരിക്കണതില്ല. നമ്മുടെ നാവിൽ ഒരു യേശുവിന്റെ മരണം നാം അനുഭവിക്കണം. அப்பதான் அந்த கிரைஸ்டோட லைஃப் நம்ம இடத்துல manifest. അങ്ങനെയാണെങ്കിൽ മാത്രമേ യേശുവിന്റെ ജീവൻ നമ്മിൽ നിന്ന് പുറത്തു വരികയുള്ളൂ. കടസി அந்த വാർത്ത சொல்லி நான் முடிக்க விரும்புகிறேன். അവസാനമായിട്ട് ഈ ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ അവസാനിപ്പിക്കട്ടെ. Proverbs chapter 17 സദൃശവാക്യങ്ങൾ 17-ാം അധ്യായം verse 27 27-ാമത്തെ വാക്യം. സദൃശവാക്യങ്ങൾ 17-27. വാക്ക് അടക്കി വെക്കുന്നവൻ പരിജ്ഞാനമുള്ളവൻ, ശാന്തമാനസൻ ബുദ്ധിമാൻ തന്നെ. இது நல்ல, அதாவது NASBல நல்லா இருக்கு. அதாவது தமிழ்லயும் குளிர்ந்த மனம் உள்ளவன், அப்படி கூல் ஸ்பிரிட் அப்படின்னு போட்டிருக்கு. ഇവിടെ മലയാളത്തിലും അങ്ങനെ തന്നെയാണ്. 27-ാമത്തെ വാക്യം, ശാന്തമാനസൻ, തണുപ്പുള്ള ശാന്തനായിരിക്കുന്ന മനസ്സുള്ളവൻ. നല്ല കുളിർച്ചയാ, കൂളാ இருக்கிறது. കൂളായിരിക്കുന്ന, ശാന്തനായിരിക്കുന്ന. அதாவது ஏதேன் தோட்டத்துல கடைசி அந்த காரியத்தை நான் சொல்ல முடிக்க விரும்புறேன். ஃபாதருடைய டிவைன் நேச்சர், പിതാവിന്റെ സ്വർഗീയ ആ ഒരു ദൈവിക സ്വഭാവം എന്താണ് എന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരട്ടെ. ജെനസിസ് ചാപ്റ്റർ 3 ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം വേഴ്സ് 8 8-ാമത്തെ വാക്യം. വെയിലാറിയപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ നടക്കുന്ന ഒച്ച അവർ കേട്ടു. മനുഷ്യനും ഭാര്യയും യഹോവയായ ദൈവം തങ്ങളെ കാണാതിരിപ്പാൻ തോട്ടത്തിലെ
நல்ல பகல்லே நல்ல ஏசி கார்டன், വെയിൽ ആറിയപ്പോൾ എന്നാണ് മലയാളത്തില്. நல்ல குளிர்ச்சியான வேலை. വെയിൽ ആറിയപ്പോൾ, തണുപ്പുള്ള നല്ല ഒരു സമയത്ത് ஃபாதர் காட் உள்ளார வராங்க பாருங்க. അവിടെ ഇപ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിലേക്ക് നടക്കുന്നു. எவ்வளவு பெரிய டேமேஜ் நடந்திருக்கு அப்படின்னா தோட்டத்துல. ഈ ഒരു ഏദൻ തോട്ടത്തിൽ എത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ദൈവം അവിടേക്ക് ഇറങ്ങി വരുന്നത്. பெரிய லாஸ் நடந்துருச்சுங்க. വലിയ ഒരു നഷ്ടം അവിടെ സംഭവിച്ചതിന് ശേഷം ദൈവം അങ്ങോട്ട് വരികയാണ്. எந்த அளவுக்கு லாஸ் அப்படின்னா, അവിടെ നടന്ന നഷ്ടം എന്ന് പറയുന്നതിന്റെ അളവ് എത്രയാണെന്ന് അറിയാമോ? இவர்கள் ஆதி தாய் தகப்பன் அவர்கள் இழந்ததை அவர்களை ரட்சிக்கும்படிக்கு தன்னுடைய சொந்த குமாரனையே பிதா சாக கொடுக்க வேண்டியதாயிடுச்சு. ഈ ആദാമും ഹവയും അവർ ചെയ്ത തെറ്റിന് തന്റെ സ്വന്തം പുത്രനെ ഈ ഭൂമിയിലേക്ക് യാഗമായി കൊടുക്കേണ്ട അത്രയും വലിയ ഒരു തെറ്റാണ് അവിടെ സംഭവിച്ചത്. பிதாவுடைய ஹார்ட் எவ்வளவு பெயின்ஃபுல்லா இருந்திருக்கும். പിതാവിന്റെ ഹൃദയം എത്രയധികം വേദനിച്ചിട്ടുണ്ടാവും. ஆடம் ஈவை பார்த்து, நீங்க பண்ண இந்த தப்பினத்தின் நிமித்தம் என்னுடைய ஒரே பேரான குமாரனை சாக கொடுக்க போறேன். നിങ്ങൾ ചെയ്ത ഈ തെറ്റിനായിട്ട് എൻ്റെ ഈ ഏകജാതനായ പുത്രനെ ഞാൻ ഒരു യാഗമായി നൽകേണ്ടി വന്നിരിക്കുന്നു. அது எவ்வளவு பெரிய லாஸ். അത് എത്ര വലിയ നഷ്ടമാണ്. பிதாவுடைய இருதயம் எவ்வளவு பெயின்ஃபுல்லா இருந்திருக்கும். പിതാവിന്റെ ഹൃദയം എത്ര വേദനിച്ചിട്ടുണ്ടാവും. இப்ப அங்கேயிருந்து உள்ளார வர்றார். അങ്ങനെ ആ പിതാവ് ഈ തോട്ടത്തിലേക്ക് വരുന്നു. நம்ம என்ன செய்யறோம்? நம்ம வீட்டுல ஏதாவது சின்ன ஒரு லாஸா இருந்துச்சுன்னா போதும், നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒരു ചെറിയ നഷ്ടം സംഭവിച്ചാൽ മതി, எப்படி ബേസ്റ്റ് ഔട്ട് ஆயிடுறோம். എത്ര പൊട്ടിത്തെറിക്കുന്ന ആളുകളാണ്. ஏதாவது ஒரு சின்ன ஒரு நஷ்டம் ஆயிடுச்சு அப்படின்னா എന്തെങ്കിലും ഒരു ചെറിയ കാര്യം ഒന്ന് പൊട്ടിയിട്ടുണ്ടാവും, கத்திடுறோம், ഉടനെ ഒച്ച വെക്കുന്നു. அறிவு இருக்கான்னு கேட்கிறோம், നിനക്കത് വിവരമുണ്ടോ, ஃபூல்றோம், നിനക്ക് നീ പോഷ. ஒரு முறை ஸ்கூலுக்கு நான் கிளம்புற நேரம், ഞാൻ ഒരിക്കൽ എൻ്റെ സ്കൂളിലേക്ക് ഞാൻ പുറപ്പെടുന്ന സമയം எனக்கு டைம் ஆயிடுச்சு அப்படிங்கிறதுனால நான் குளிச்சுட்டு வந்துடுறேன். என்னுடைய பையன்களோட 4 பேர்கிட்ட ஒருத்தட்ட இந்த ஒரு ஷர்ட்டை கொடுத்து இந்த ஷர்ட்டை அயன் பண்ணுன்னு சொல்லியிருந்தேன். ഞാൻ എൻ്റെ 4 ആൺമക്കളാണ്. അപ്പൊ ഞാൻ കുളിച്ച് സ്കൂളിലേക്ക് പോകാനുള്ള സമയം, ഞാൻ വരുന്ന സമയത്ത് എൻ്റെ ഒരു ഷർട്ട് കൊടുത്തിട്ട് എൻ്റെ ഒരു മകന്റെ അടുത്ത് ഇതൊന്ന് തേച്ച് തരണം എന്ന് പറഞ്ഞിരുന്നു. நான் குளிச்சுட்டு வரேன். അപ്പൊ ഞാൻ കുളിച്ച് വരികയാണ്. நான் ஒய்ஃப் என்ன செய்யறாங்கன்னா, நான் பையன்கிட்ட கொடுத்தேன், சிஸ்டர் வந்து வேற ஒரு ஷர்ட் கொடுக்குறாங்க. അപ്പോ ഞാനിത് മകന്റെ കൊടുത്തിരുന്നു. അപ്പൊ എൻ്റെ ഭാര്യ വേറെ ഒരു ഷർട്ട് തേക്കാനായിട്ട് കൊടുക്കുന്നു. என்னப்பா நான் வேற ஷர்ட்ல கொடுத்து இதை கொண்டு வந்து கொடுக்குறீங்களே அப்படின்னு கேட்டேன். അപ്പൊ ഞാൻ ചോദിച്ചു, ഞാൻ മറ്റൊരു ഷർട്ടായിരുന്നല്ലോ കൊടുത്തത്, എന്താ ഇത് കൊണ്ട് കൊടുക്കുന്നതെന്ന് ചോദിച്ചു. இல்ல அது பரவாயில்ல, இதை போட்டுட்டு போங்க அப்படின்ட்டாங்க. അപ്പൊ എന്നോട് പറഞ്ഞു, അത് സാരമില്ല, നിങ്ങൾ ഇത് ഇപ്പൊ ഞാൻ തരുന്ന ഷർട്ട് ഇട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. என்ன நடந்திருக்கு அப்படின்னா, എന്താ സംഭവിച്ചതെന്ന് അറിയാമോ? பையனுக்கு போடுறதெல்லாம் இல்ல இது இல்ல, இந்த டீஷர்ட் இந்த பேண்ட் எல்லாம் போடுவாங்க. ഈ ആമ്പിള്ളേരല്ലേ, അവരെപ്പോഴും ഇടുന്നത് ഈ ജീൻസ് ഒക്കെ അല്ലേ, കട്ടിയുള്ള ഈ ജീൻസ് ഒക്കെ ആണല്ലോ ഇടുക. அதுல வச்சு தேய்ச்சிருக்கானுங்க முதல்ல. അപ്പൊ ഈ ജീൻസ് തേക്കുന്നത് പോലെ ആ ചൂടിലാണ് എന്റെ ഷർട്ട് തേച്ചത്. അതേ വെച്ച് ഷർട്ട് இந்த கையே இல்ல, இந்த ஷர்ட்ல இந்த கையே இல்ல. അപ്പൊ അങ്ങനെ തേച്ച് കഴിഞ്ഞപ്പോ എന്റെ ഷർട്ടിന്റെ കയ്യേ അത് കരിഞ്ഞു പോയി. നേരെ ഫസ്റ്റ് ആട്ട് ഓടി പോയിട്ടാണ് കിച്ചണിലെ പോയി, മമ്മി ഡാഡി ഷർട്ടില് കയ്യോ പോയിടിച്ചു. അപ്പൊ ഉടനെ പോയി അടുക്കളയിൽ ചെന്ന് അമ്മയോട് പറഞ്ഞു, മമ്മി ഈ ഡാഡിയുടെ ഷർട്ടിന്റെ കയ്യേ കരിഞ്ഞു പോയി. ശേഷം വേറെ ഒരു ഷർട്ട് എടുത്ത് പോട്ട് ഇത് തേച്ച് കൊണ്ടു കൊടുക്കുறாங்க. അപ്പൊ ഉടനെ വേറൊരു ഷർട്ട് എടുത്ത് എന്റെ ഭാര്യ അത് തേച്ച് എനിക്ക് കൊണ്ടുതരുന്നു. என்ன ஆச்சுன்னு கேட்கிறேன், இவ்வளவு வர சொல்றாங்க. അപ്പൊ എന്താണെന്ന് ചോദിച്ചപ്പോ ഇത്രയുമേ പറഞ്ഞുള്ളൂ. ഇപ്പൊ ഉടനെ വായില വരുന്നില്ല. ഇപ്പൊ അപ്പൊ ഉടനെ നമ്മുടെ വായിൽ നിന്ന് എന്താ പുറത്തേക്ക് വരുന്നത്? എന്നാ വരുത് அப்படின்னா, என்ன வார்த்தை வருது அப்படின்னா, എന്താ വരുന്നത്? സ്വാഭാവികമായിട്ട് വരുന്ന വാക്ക് എന്താണ്? ജീൻസ് തേക്കരുത്, ഷർട്ട് തേക്കരപ്പ അറിവ് വേണ്ട. നീ ജീൻസ് തേക്കുന്ന പോലെയാണോ ഷർട്ട് തേക്കുന്നത്, വിവരമില്ലാത്തവനെ? വരുന്നില്ല. അതാണ് പെട്ടെന്ന് വായിന്ന് വരിക. അതാണ് ടെസ്റ്റിംഗ് ടൈം. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളാണ് നമ്മെ പരീക്ഷിക്കുന്ന സാഹചര്യങ്ങൾ. ഇതേമാതിരി ലൈഫിൽ നാം 1000 സിറ്റുവേഷൻസ് നാം ഫേസ് പண்றோம். നാം നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ 1000 കണക്കിന് സാഹചര്യങ്ങളെ ജീവിതത്തിൽ നാം ഇങ്ങനെ നമുക്കുണ്ടാവും. 2 വീലർ എടുത്തിട്ട് പോയിരുപ്പാണ്. നമ്മള് സാധാരണ നമ്മുടെ ബൈക്ക് അല്ലെങ്കിൽ എടുത്ത് നമ്മൾ പോകുന്നു. അത് ഏற்கனவே റിസർവിൽ ഇരുന്നിരിക്കും. അത് ബൈക്ക് അത് നേരത്തെ റിസർവിലാണ്, അതിനകത്ത് പെട്രോൾ കുറവാണ്. ഇപ്പൊ ഏற்கனவே എങ്കെങ്കിലും പോയിട്ട് വന്നിട്ട് എന്നെ സെഞ്ചുരുവാൻ വന്ന് കൊണ്ടുവന്ന് വെച്ചിരുവാണ്. അപ്പൊ വേറെ പിന്നെയും അത് എടുത്തുകൊണ്ട് അവിടെ എവിടെയൊക്കെ പോയി കൊണ്ട് വീട്ടിൽ വെച്ചു. இருக்கிற ரிசர்வும் காலி. അപ്പൊ ഇപ്പൊ റിസർവും കാലിയായി. ഇപ്പൊ ഞാൻ കളയിലെ സ്കൂൾ കിളമ്പുற നേരം பண்ணேன். അപ്പൊ രാവിലെ സ്കൂളിലേക്ക് പോകാനുള്ള സമയമായി. സ്കൂൾ കിളമ്പി ഇങ്ങനെ ഒരു കിലോമീറ്റർ കൂടെ പോയിരിക്ക മാട്ടേ. അപ്പൊ സ്കൂളിലേക്ക് പുറപ്പെട്ട് ഒരു കിലോമീറ്റർ പോലും ആയില്ല. അടിച്ചിട്ടേ இருக்க വേണ്ടിയതാ. അപ്പൊ അവിടെ ഇരുന്ന് ഇങ്ങനെ ചവിട്ടിക്കൊണ്ടിരിക്കുക. ഫുള്ളാ വരുന്നില്ല,
എല്ലാം വരുന്നില്ല. അപ്പം അങ്ങനെ ആ ചവിട്ടുമ്പം ഉള്ളിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി പൊങ്ങി വരുന്നില്ലേ? അതെന്താണ്? அங்கதான் டையிங். അവിടെയാണ് നാം മരിക്കേണ്ടത്. எஸ், பிள்ளைகள் அப்படி எல்லாம் செய்வாங்க. பிள்ளைகள் ஞானம் இல்லாம எவ்வளவு காரியங்கள் செய்யலாம். ഇങ്ങനെ ബൈക്കും ഒക്കെ എടുത്ത് പിള്ളേരെ കൊണ്ടുപോയി ചിലപ്പം ആ രീതിയിലൊക്കെ ഇങ്ങനെ അവര് പിന്നെ ജ്ഞാനമില്ലാത്ത ചില കാര്യങ്ങൾ ചെയ്തേക്കാം. உள்ளாரந்து வருது. இப்ப நமக்கு நிறைய கேள்வி கேட்க வருது. ഇപ്പം ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മുടെ മനസ്സിൽ വളരെ ചോദ്യങ്ങൾ ഇങ്ങനെ പൊങ്ങി വരികയാണ്. ஒரு பக்கம் ஸ்கூல் டைம் ஆயிட்டு இருக்கு. ഇപ്പൊ ഇതാ സ്കൂളിന്റെ അവിടെ എത്തേണ്ട സമയമായി. இப்ப வண்டியில ஃபியூல் இல்ல. இப்ப വണ്ടിയിൽ ഇപ്പൊ പെട്രോൾ ഇല്ല. இப்ப அந்த இடத்துல வண்டி ஒரு இடத்துல நிப்பாட்ட வேண்டியதா இருக்கு. ഇപ്പൊ വണ്ടി ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെക്കണം. ஒரு டவுன் பஸ் பிடிச்சு ஸ்கூலுக்கு போக வேண்டியதா ഇപ്പൊ இருக்கு. ഇനി ടൗൺ ബസ് എടുത്ത് സ്കൂളിൽ പോകണം. வாயில் என்ன வருது? ഇപ്പൊ വായിൽ നിന്ന് എന്താണ് പുറത്തേക്ക് വരുന്നത്? கிரம்பிளிங், അവിടെ പിറുപിറുപ്പ്, மர்மரிங், പരാതി. இப்ப AK-47 இருந்துச்சுன்னா போட்டு சட 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 அடிச்சுக்கலாம். AK-47 ഉണ്ടായിരുന്നെങ്കിൽ ഉടനെ അടിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കാം. அப்படிதான் வருது உள்ள இருந்து. അങ്ങനെയാണ് ഉള്ളിൽ നിന്ന് പൊങ്ങി പൊങ്ങി വരുന്നത്. அங்கதான் டையிங் ஆஃப் ஜீசஸ். അവിടെയാണ് യേശുവിന്റെ മരണം നാം അനുഭവിക്കേണ്ടത്. பிரியமானவர்களே, சிலருக்குலாம் வாட் டிஃபைன் டையிங் ஆஃப் ஜீசஸ் அப்படின்னு சொன்னோன்னு வச்சுங்களேன். ഇപ്പൊ ചിലരോടൊക്കെ യേശുവിന്റെ മരണം എന്നത് എന്താണ്, അത് നിങ്ങൾ വിവരിക്കുക എന്ന് പറഞ്ഞാൽ, வாட் இஸ் டையிங் ஆஃப் ஜீசஸ், യേശുവിന്റെ മരണം എന്നാൽ എന്ത് എന്ന ചോദ്യത്തിന് അവരെന്താ ഉത്തരം പറയുക அப்படின்னு சொன்னா சிலர்லாம் ஆன்சர் எழுதுறாங்க. അപ്പൊ ചിലരൊക്കെ അതിന് ഉത്തരം എഴുതുന്നത്, டையிங் ஆஃப் ஜீசஸ் இன் அண்டார்டிகா. യേശുവിന്റെ മരണം അന്റാർട്ടിക്കയിൽ എന്ന രീതിയിലാണ് അവർ ഉത്തരം എഴുതുക. that is unknown subject, that is in Antarctica அப்படின்னு எழுதுறான். അതായത് ഈ ഡൈയിങ് ഓഫ് ജീസസിനെ കുറിച്ച് അവർക്ക് യാതൊരു വ്യക്തതയുമില്ല. ഏതോ ഒരു ദൂരദേശത്തുള്ള എന്തോ ഒരു അറിഞ്ഞുകൂടാത്ത ഒരു കാര്യമായിട്ടാണ് അവർ ചിന്തിക്കുന്നത്. இங்க உள்ள ஹால்ல உள்ள உங்களுக்கு ஒருத்தருக்கும் என்னவா இருக்க கூடாதுன்னா அண்டார்டிகா சப்ஜெக்டா இருக்க கூடாது. യേശുവിന്റെ മരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു കേട്ടുകേൾവിയില്ലാത്ത ഒരു അന്റാർട്ടിക്ക സബ്ജക്റ്റ് ആയിട്ട് മാറരുത്. இது unknown subject மாதிரி இருக்க கூடாது. ഇത് നിങ്ങൾക്ക് ഒരു പിടിയുമില്ലാത്ത ഒരു കാര്യമായിട്ട് നിങ്ങൾക്ക് മാറരുത്. during the time of temptations, ഈ പരിശോധന, പ്രലോഭനങ്ങൾ വരുന്ന സമയത്താണ് നമുക്ക് ഈ മരണം നമുക്ക് അനുഭവിക്കേണ്ടത്, വഹിക്കേണ്ടത്. இங்க இருந்து வந்து வாயில கொட்டறதுக்குள்ளாரே it should be crucified. നമ്മുടെ വായിൽ നിന്ന് പുറത്തേക്ക് വരുന്നതിന് മുമ്പേ അവിടെ മരണം സംഭവിക്കണം. that is dying of Jesus. അതാണ് യേശുവിന്റെ മരണം. அப்பதான் ജീസസിന്റെ ലൈഫ് മാനിഫെസ്റ്റ് பண்ணணும். അങ്ങനെയെങ്കിൽ മാത്രമേ യേശുവിന്റെ ജീവൻ നമ്മിൽ നിന്ന് പുറത്തേക്ക് വരികയുള്ളൂ. നാം ജെപം ചെയ്യണം. നമുക്ക് പ്രാർത്ഥിക്കാം. Please pray. പ്രിയ പിതാവേ, ഞങ്ങൾ ചേർന്ന് അങ്ങയെ സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഞങ്ങളോട് ഹൃദയമായിട്ട് അങ്ങ് ഇടപെട്ടതിനായിട്ട് നന്ദി. കർത്താവേ, ഞങ്ങൾക്ക് ആഴമായ ദൈവഭയവും ഞങ്ങളുടെ ഉള്ളിൽ, കർത്താവേ, ഞങ്ങളുടെ നാവിലുള്ള നരകത്തീ, കർത്താവേ, അതിന് പകരം സ്വർഗീയ അഗ്നി ഞങ്ങളുടെ നാവിലേക്ക് വരുവാനായിട്ട്, യേശുവിന്റെ മരണം ദിനംതോറും ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിൽ, കർത്താവേ, അത് വഹിക്കുവാനായിട്ട് ഞങ്ങളെ തന്നെ സമർപ്പിക്കുവാൻ, ഞങ്ങളുടെ ശരീരങ്ങളെ സമർപ്പിക്കുവാൻ, ഞങ്ങളുടെ ഇഷ്ടങ്ങളെ യാഗമാക്കുവാൻ, കർത്താവേ, അങ്ങ് ഞങ്ങളെ സഹായിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ആമേൻ.